പ്രാരംഭമായിട്ട് ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പരിശുദ്ധാത്മാവ് നമ്മളോട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങള് യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാരാകണം നമ്മളെ വി ഹാവ് ടു ബി ട്രൂലി സർക്കംസൈസ്ഡ്, ഹൃദയ പരിച്ഛേദനയുള്ളവരായിരിക്കണം. അത് അത് എന്തോ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങളിൽ എത്ര പേര് ഹൃദയ പരിച്ഛേദന ഉള്ളവരുണ്ടെന്ന് ചോദിച്ച് കൈവക്കാൻ പറഞ്ഞു. അത് അതുപോലൊരു ആ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു വ്യക്തതയുണ്ടോ? എന്താണ് ഈ ഹൃദയ പരിച്ഛേദന? അതാ നമ്മളിപ്പോ ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ നായ്ക്കളെ സൂക്ഷിക്കുകയും ചില വീടിന്റെ ഗേറ്റില് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് നായ്ക്കളുടെ എന്തായി നായ്ക്കൾ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം സംസാരിച്ച്. നായ്ക്കളെ സൂക്ഷിക്കുവിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുവിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുവിൻ, കുറച്ച് പേരെയൊക്കെ ബിവേർ ചെയ്യണം, സൂക്ഷിക്കണം, അവരെയൊക്കെ കുറച്ച് കെയർഫുൾ ആവണം. നാമല്ലോ പരിച്ഛേദനക്കാർ. വി ആർ ദ ട്രൂ സർക്കംസിഷൻ. വി ആർ ദ സർക്കംസിഷൻ. ട്രൂ എന്നുള്ളത് ഇറ്റാലിക്സിൽ ഇട്ടേക്കുക NSB-യിലും. അപ്പം വി ആർ ദ സർക്കംസിഷൻ. ദ ട്രൂ എന്നുള്ള വാക്ക് അവിടെ ഇംപ്ലൈഡ് ആണ്. നമ്മളാണ് യഥാർത്ഥത്തിലുള്ള പൗലോസ് അവിടെ ഫിലിപ്പിയിലുള്ള വിശ്വാസികളോട് പറയും, നമ്മളൊരു യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാർ, ദൈവത്തിന് ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിന് ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോ നമ്മള് യഥാർത്ഥത്തിൽ ഇന്നൊരു ഹൃദയ പരിച്ഛേദന നമുക്കുണ്ടോ എന്നുള്ളൊരു കാര്യം, അതൊക്കെ ഭയങ്കര സൂപ്പർ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളൊരു അർത്ഥത്തിലാണോ നമ്മൾ ഇന്നായിരിക്കുന്നത്? അതോ യഥാർത്ഥത്തില് ദൈവം പഴയ നിയമത്തിൽ തന്നെ ഈ പരിച്ഛേദന എന്നുള്ളൊരു കാര്യം, സർക്കംസിഷൻ എന്നുള്ളൊരു കാര്യം എത്രമാത്രം ദൈവം അത് വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് കണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മള് പഴയ നിയമം വായിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോ യഥാർത്ഥത്തിൽ പുതിയ നിയമത്തില് അതിന്റെ ആത്മീയ അർത്ഥത്തില് ആന്തരികമായ ഒരു ഹൃദയ പരിച്ഛേദന, ഇന്ന് ആക്ഷരികമായിട്ടുള്ള പരിച്ഛേദന, സർക്കംസിഷൻ ഇന്നത് പുതിയ നിയമത്തിൽ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ ഗലാത്യയിലുള്ള വിശ്വാസികൾക്കാകട്ടെ, ഫിലിപ്പിയിലുള്ള വിശ്വാസികൾക്കാകട്ടെ, അന്നത്തേക്ക് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവര് യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനയും കൂടെ എടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ള പല വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവൻ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ അപ്പോസ്തലന്മാരെല്ലാം ഒരുമിച്ച് 15-ാം അധ്യായത്തിൽ അതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അത് അവർക്ക് ഒരു ബർഡൻ ആക്കണോ, ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് അതൊരു ഭാരമാക്കണോ എന്നുള്ള കാര്യമൊക്കെ ദൈവാത്മാവ് അവർക്ക് കാര്യങ്ങളെ കുറിച്ച് ബോധ്യം കാര്യങ്ങൾ കൊടുക്കുകയും അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. ഈവൻ പത്രോസ് പോലും ഒരു സമയത്ത് ഈ പരിച്ഛേദനക്കാരുടെ കൂട്ടത്തിലൊക്കെ സ്വീഡവേ ആ ഒരു പക്ഷത്തേക്ക് അങ്ങ് കുറച്ച് ആളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പത്രോസിനും ബോധ്യപ്പെട്ടു. എന്നാൽ കുറച്ച് കഴിയുമ്പം ഈ പരിച്ഛേദനക്കാരുടെ വിഭാഗം വന്ന് ചില തർക്കങ്ങളും വാദങ്ങളും ഒക്കെ പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലേക്ക് ചെല്ലുന്ന ഒരു അവരുടെ ആ നിയന്ത്രണത്തിലേക്ക് പോകുന്ന കാര്യവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഗലാത്യർ 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പൗലോസ് വളരെ ശക്തിയുക്തം, പത്രോസ് സീനിയർ ആയിട്ടുള്ള ആളായിരുന്നു, പൗലോസ് വളരെ ജൂനിയർ ആയിരുന്നു. പൗലോസ് കർത്താവിന്റെ ആ വചനത്തിന് വേണ്ടി, കർത്താവിന്റെ ആ സ്റ്റാൻഡേർഡിന് വേണ്ടി, നിലവാരത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി പത്രോസിനെ പരസ്യമായിട്ട് തന്നെ അത് ശാസിച്ച് തിരുത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ. എന്നാൽ ആ പത്രോസ് ആ കാര്യങ്ങൾ അത് ദൈവാത്മാവിൽ നിന്നുള്ളതാണെന്ന് ഏറ്റെടുത്ത് പിന്നീട് പത്രോസിനെ 2-ാം ലേഖനം എഴുതുമ്പോൾ 3-15 ആ കുഴപ്പക്കാരനായിട്ടുള്ള പൗലോസിനെ സൂക്ഷിക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ സഹോദരനായ പൗലോസ് എന്നും പറഞ്ഞ് വളരെ കാര്യമായിട്ട് അവൻ പറയുന്ന പല കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല എങ്കിലും അവൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ബാക്കിയുള്ള തിരുവെഴുത്തുകളെ പോലെ ഇത് തിരുവെഴുത്താണ്, അതും പലരും കൂട്ടിക്കളയുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പത്രോസ് 2 പത്രോസ് 3-15 പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഒരു കാര്യം, അതായത് ആക്ഷരികമായിട്ടുള്ള ഒരു പരിച്ഛേദന അല്ല ഇന്ന് വേണ്ടതായിട്ടുള്ളത്. എന്നാൽ ആന്തരികമായ ഒരു ഹൃദയ പരിച്ഛേദന, അത് ഹൃദയത്തിലുള്ള ഒരു പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പം വായിച്ചു. അത് ഫിലിപ്പിയർ 3-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിച്ചു. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവില് നമ്മളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞ് നാം കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിൽ തന്നെ പ്രശംസിക്കുന്നു, സന്തോഷിക്കുന്നു. എന്റെ ഉള്ളം യാഹ്യത് പ്രശംസിച്ചിടുന്നു എന്ന് പറയുമ്പോൾ അവിടെ കർത്താവിൽ തന്നെ പ്രശംസിക്കുന്ന ഒരു കാര്യം. അത് സങ്കീർത്തനത്തിലൊക്കെ
നമ്മൾ വായിക്കുന്ന ഒരു വാക്ക് കർത്താവിൽ തന്നെ പ്രശംസിക്കുന്നതായിട്ട് നമ്മളവിടെ എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിക്കുന്നു എന്നുള്ളൊരു കാര്യം യെരമ്യാവ് 9:23 പറയുന്നത് കൂടാതെ സങ്കീർത്തനത്തിലുള്ള ആ വാക്യം കൂടെ ഞങ്ങൾ വായിച്ചോട്ടെ. സങ്കീർത്തനത്തില് 34-ാം സങ്കീർത്തനം, കർത്താവിനെ നമ്മുടെ ആത്മാവിൽ ആരാധിക്കുന്നു, കർത്താവിൽ തന്നെ സന്തോഷിക്കുന്നു. 34:2 എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിക്കുന്നു. അതിൽ നിന്ന് ആ പാട്ടുകാരൻ ആ പാട്ട് നമ്മുടെ പാട്ടുപുസ്തകത്തിലെ പാട്ട് നമ്മൾ ഇടയ്ക്ക് പാടാറുണ്ടല്ലോ, എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. യെരമ്യാവ് 9:23 മുതലുള്ള 26 മുതലുള്ള വാക്യങ്ങളിലും അതേ കാര്യങ്ങൾ അതിന് പറയുന്നുണ്ട്. അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് വരാം. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കർത്താവിനെ പരിശുദ്ധാത്മാവിന്റെ നിറവില് ആത്മാവെന്ന് പറയുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തിൽ, സമാഗമന കൂടാരത്തിന് അതിപരിശുദ്ധ സ്ഥലത്തില് കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിൽ തന്നെ സന്തോഷിക്കുന്നു. ബാക്കി വേറെ ലോകക്കാര് സന്തോഷം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളിലല്ല, എന്നാൽ ഈവൻ ദേഹീപരമായിട്ടുള്ള പല കാര്യങ്ങളിലും അല്ല നമ്മളുടെ സന്തോഷം, മറിച്ച് ആത്മാവില് യേശുവിൽ തന്നെയുള്ള ഒരു സന്തോഷം. കർത്താവിനെ നോക്കി കർത്താവ് ബാക്കി എന്തെല്ലാം കാര്യങ്ങള് ശരിയാണ്, ചിലപ്പോൾ രോഗാവസ്ഥകളോ ചില സാമ്പത്തികമായിട്ടുള്ള ചില ഞെരുക്കങ്ങളോ ചില ആവശ്യത്തിന് ഘട്ടങ്ങളിലോ അങ്ങനെയൊക്കെയുള്ള പല ജോലി സ്ഥലത്തുള്ള ചില ഞെരുക്കങ്ങൾ, ബന്ധുക്കളുടെ ഇടയിൽ നിന്ന്, ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന്, അയൽവക്കക്കാരുടെ ഇടയിൽ നിന്നൊക്കെയുള്ള ചില ഞെരുക്കങ്ങളോ കാര്യങ്ങളോ ബാക്കി പല കാര്യങ്ങളും ഒക്കെ നമ്മളുടെ സന്തോഷത്തേക്ക് എടുത്താനായിട്ട് വേറെ പല കാര്യങ്ങളും ഒക്കെ കാണും. എന്നാൽ അതിലൊന്നുമല്ല നമ്മളുടെ സന്തോഷം. എന്തെല്ലാം കാര്യങ്ങൾ പ്രതികൂലമായിട്ടിരുന്നാൽ ഇനിയിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അനുകൂലമായിട്ട് എല്ലാവരും കൂടെ നമ്മളെ അങ്ങ് പുകഴ്ത്തുന്നു, എല്ലാവരും അങ്ങ് പ്രശംസിക്കുന്നു, എല്ലാവരും അങ്ങ് മാനിക്കുന്നു, ഒരു നല്ല കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുന്നു, എത്ര ആത്മീയനായ സഹോദരൻ, എത്ര ആത്മീയനായ സഹോദരി, അങ്ങനെയൊക്കെയുള്ള നമ്മളെ കുറിച്ച് അതുപോലെ വലിയ നല്ല കാര്യങ്ങളും ഒക്കെ പറയുന്ന ആ സമയത്തും ഒക്കെ അതിലുമല്ല നമ്മളുടെ സന്തോഷം. അതിൽ നമ്മളങ്ങ് കോളറൊക്കെ ഒന്ന് പൊക്കി ഞാൻ ഇന്നത്തെ മോശക്കാരനൊന്നും അല്ല, അതിലുമല്ല സന്തോഷം, മറിച്ച് യേശുവിലുള്ളൊരു സന്തോഷം. കർത്താവില് നമ്മള് ആ ഒരു കർത്താവിലുള്ള ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മള് കഴിഞ്ഞ അങ്ങാഴ്ച പറഞ്ഞൊരു എക്സാമ്പിൾ എനിക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതായത് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതിന്റെ ആ ഒരു കാര്യത്തിൽ നമ്മള് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു സ്റ്റുഡന്റ്, ഒരു വയലിൻ സ്റ്റുഡന്റ് വയലിൻ നന്നായിട്ടെല്ലാം വായിച്ച് കരഘോഷത്തോടെ ആ ക്രൗഡ് അപ്ലോസ്, വലിയ ഹർഷാരവത്തോടെ അത് ഏറ്റവും നന്നായിട്ട് വയലിൻ വായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് അങ്ങേ അറ്റത്ത്, ആ സ്റ്റേജിന് അങ്ങേ അറ്റത്ത് മാസ്റ്ററായിട്ട് എന്നെ പഠിപ്പിച്ച വയലിൻ മാസ്റ്റർ, ആ മാസ്റ്ററിന്റെ മുഖത്ത് അത്ര സന്തോഷം വന്നില്ല. എന്ന് വെച്ചാൽ ചില തെറ്റുകളൊക്കെ അതിനകത്ത് വന്നായിരുന്നു എന്ന് പറയുന്നത് പോലെ ആ കർത്താവിനാണ് നമ്മുടെ സന്തോഷം. പിന്നെ ഇനിയിപ്പോ ഒരുപക്ഷെ ഇനിയിപ്പം നേരെ തിരിച്ചു ആയിക്കോട്ടെ, ഈ ആൾക്കാരൊന്നും കരഘോഷം ഇതെന്ത് പോരാ ഇത് എന്ന് പറഞ്ഞ് അവരങ്ങ് പുച്ഛിക്കുന്നു, അവര് വേണ്ടുന്ന ഒരു നന്ദി കാണിക്കുന്നില്ല, അവർ വിലമതിക്കുന്നില്ല. പക്ഷേ ആ മാസ്റ്റർ, വയലിൻ മാസ്റ്റർ എക്സലന്റ് ആയിട്ടുണ്ട്, ഇത് ഞാൻ പഠിപ്പിച്ചത് അതിനെക്കാട്ടി നന്നായിട്ട് വായിച്ചിട്ടുണ്ട്, ഇത് ഇതുപോലെ ആർക്കും വായിക്കാൻ പറ്റും. ബാക്കി ആരും കൈകൂട്ടുന്നില്ലെങ്കിലും എന്നെ പഠിപ്പിച്ച എന്റെ മാസ്റ്റർ, എന്റെ ഗുരു, എന്റെ ഗുരുനാഥനായ കർത്താവിന് അത് സന്തോഷമായി. ചില കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ മനുഷ്യരുടെ അടുത്ത് നിന്ന് നമ്മളെ ചിലർ തെറ്റിദ്ധരിക്കുമായിരിക്കും, ചിലർ നമ്മള് ബാക്കി നമ്മളുടെ സ്റ്റാൻഡിനെ കുറിച്ചൊന്നും നമുക്ക് അതിനെക്കുറിച്ച് ഒരു ആത്മീയ വിവേചനം ഇല്ലാത്തവര് അവർ നമ്മളെ പുച്ഛിക്കുമായിരിക്കും. എന്നാൽ യേശുവിന് അത് സന്തോഷമുണ്ടോ? കർത്താവിന് അത് സന്തോഷമുണ്ട്. ഇപ്പം ഹൗസ് ഡെഡിക്കേഷൻ, വീടിന്റെ ഡെഡിക്കേഷൻ സെറിമണി ഇങ്ങനെ നടത്തണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. എന്നാ നമ്മളതൊന്നും മൈൻഡ് ചെയ്തതുപോലും ഇല്ല. അത് അവർക്ക് തന്നെ അറിയാം നമ്മുടെ ഇത് ഇവരെ ഒന്നും പിടിച്ചാൽ കിട്ടുന്ന ആൾക്കാരല്ല. കല്യാണത്തിന്റെ കാര്യത്തിൽ ഇവരെയൊന്നും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരിപ്പം പരവാസ് അതായത് ഹൗസ് വാമിയുടെ ഞാൻ സ്ത്രീകൾ പറഞ്ഞു ഇപ്പൊ ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞ ഹൗസ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മതി. വീട് സമർപ്പണ, ഹൗസ് ഡെഡിക്കേഷൻ. അതിന്റെ കാര്യത്തിൽ നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പോകത്തേ ഇല്ലെന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം. അല്ലാതെ അവർക്ക് പ്രശ്നമില്ല. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കാര്യങ്ങളത് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീകളുടെ മമ്മി ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നേ, പാലൊക്കെ ഇങ്ങനെ കാച്ചി അങ്ങനെയൊക്കെ ഉള്ളത്, കിഴക്കോട്ട് തുളുമ്പണം ഏതാണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. സ്ത്രീകള് അപ്പൊ ഞാനവിടെ അടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പൊ സ്ത്രീകൾ അപ്പത്തേക്കും സ്പീക്കറിലൊക്കെ വെച്ചു. അപ്പൊ മമ്മി അങ്ങനെയൊന്നും അല്ല ഞങ്ങള് ഇങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ സന്ദീപിന്റെ ഫോൺ കൊടുക്കാം. അപ്പത്തേക്കും മമ്മിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ, അധികാരത്തോടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മമ്മി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്.
എന്നുള്ള കാര്യം പറയാം. അതെ അതെ, നിങ്ങളൊക്കെ അതെ അതെ, ഞാൻ ഇത് നിങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യാൻ പോകുന്നത്, എനിക്കറിയാം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശ്രീകലയ്ക്ക് ഫോൺ തിരിച്ചു കൊടുക്കാം, മമ്മി നിങ്ങൾ തലേദിവസം ഇങ്ങനെ എത്തിക്കുവാണേ. അപ്പം ശ്രീകലയ്ക്ക് ഫോൺ കൊടുത്തിട്ട് ശ്രീകലയുടെ മമ്മി അങ്ങ് അടങ്ങി. മമ്മി പറയും, അതെ നിങ്ങള് കൊച്ചുനാളിലൊക്കെ ആയിരുന്നു ഞങ്ങൾ പതിവ് ചെയ്തു, അപ്പൊ ഇപ്പൊ നിങ്ങൾ വലിയ ആൾക്കാർ, നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ അറിയാമല്ലോ, അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ള രീതിയിൽ അവരത് അങ്ങ് ഏറ്റെടുത്തൊക്കെ കാര്യങ്ങള് ചില നമ്മളെ എന്ന് പറയുന്നേ, ഈവൻ ഞാൻ ഈ കർത്താവിൽ മാത്രം സന്തോഷിക്കുന്ന കാര്യം പറയൂ. അതായത് ഈവൻ എന്റെ വിവാഹത്തിന്റെ കാര്യം വരുന്ന സമയത്ത് ആദ്യമൊക്കെ അമ്മയൊന്ന് പറഞ്ഞു നോക്കി, അമ്മയെ മോനെ ബ്രോക്കർമാരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് ബ്രോക്കർമാരെയൊക്കെ ആലോചിച്ച് സ്ത്രീധനമൊക്കെ വാങ്ങിച്ച് ജാതകപ്രകാരം നിങ്ങൾ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ആദ്യം ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പോകുന്ന അമ്മയായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ വേണോ അതോ കർത്താവിനെ വിശ്വസിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവപൈതല്, അത് ചിലപ്പം ഹിന്ദു കുടുംബമായിരിക്കും, മുസ്ലിം കുടുംബമായിരിക്കും, ക്രിസ്ത്യൻ കുടുംബമായിരിക്കും, ജെയിൻ കുടുംബമായിരിക്കും, പാർസി കുടുംബമായിരിക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ പീഡിപ്പിച്ച് ഏതെങ്കിലും ഒക്കെ ചെയ്തതായിരിക്കും. പക്ഷേ അവർ കർത്താവിന്റെ ഒരു പൈതലായിട്ടുള്ള ഒരു കൊച്ചിനെ കർത്താവായിട്ട് തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതാണോ അമ്മയെ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു കുഞ്ഞിനെ ആയിരിക്കും അമ്മയ്ക്ക് ആഗ്രഹം എന്നുള്ള കാര്യം അമ്മ എന്നോടൊക്കെ പറയണമെന്ന് പറഞ്ഞ് അവർക്ക് യുനോ സഹായിച്ച് നമ്മൾ ആദ്യമേ ചില കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ വളർന്നു വരുന്ന ആ ഒരു പ്രായത്തിൽ ആദ്യമേ തന്നെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിനായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ വലിയ എളുപ്പമാണ്. എനിക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ തന്നെ TCMF ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ചില വിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങൾ തന്നെ, അവർ ചിലർ മാർത്തോമ ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ട്. അപ്പൊ അവര് അവരുടെ ആചാരപ്രകാരം കല്യാണം നടത്തും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാമോദീസ, അമ്മായിയമ്മ ഇങ്ങനെ പറഞ്ഞു, അമ്മായിപ്പൻ ഇങ്ങനെ പറഞ്ഞു, ആ പള്ളിയിൽ ഇങ്ങനെ പേരിടണം, ഈ പള്ളിയിൽ ഈ നേർച്ച നേരണം. അപ്പൊ ഇതിന്റെ എല്ലാം ആദ്യം ഒരു കല്യാണത്തിന് വിഗ്രഹങ്ങളുടെ മുമ്പാകെ യുനോ പള്ളിയിൽ അച്ഛന്മാരെന്ന് പറയുന്നു. ഞാൻ ആരെയും ഞാൻ ഒരാളെ അച്ഛനെന്ന് വിളിക്കാം, അച്ഛൻ എന്ന് വിളിക്കാറുള്ളൂ. എന്റെ ഭൂമിയിലെ അച്ഛൻ. 10,000 പേരെ ചെന്ന് ഞാൻ ആരും അച്ഛൻ എന്ന് വിളിക്കാറില്ല. ദൈവം അതാ, കർത്താവ് അതാ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സഹോദര വൃന്ദത്തിൽ ആരെയും അച്ഛൻ എന്ന് വിളിക്കരുത്. ഇപ്പം മാർത്തോമക്കാരുടെ ഒരു ടോക്കനായിട്ട് അവർ വിളിച്ചായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ഈ പറഞ്ഞു വെച്ചാൽ മനുഷ്യരിലല്ല നമ്മളെ പ്രശംസിക്കേണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനയുടെ കാര്യമാണ്, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നത്, നമ്മുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതിന്റെ കാര്യം. അപ്പോ അവിടെ ചെന്ന് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അപ്പൊ ഞാനിങ്ങനെ സാറിനെ വിളിക്കുന്നുള്ള കാര്യം അദ്ദേഹത്തിന് നേരത്തെ അറിയാം. അപ്പൊ അപ്പൊ നമുക്ക് ആരെയും പുച്ഛം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാന് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ പ്രത്യേകമായിട്ട് എനിക്ക് ഒന്ന് പറഞ്ഞു, ഡോക്ടറെ ഡോക്ടറെ ഇങ്ങനെ അങ്ങനെ എന്താ അച്ഛൻ എന്ന് തന്നെ പറയണേ, അപ്പൊ അല്ലെങ്കിൽ അവർക്ക് ഒഫൻഡ് ആവും, വേറെ സീനിയർ ആയിട്ടുള്ള ഒന്ന് രണ്ട് പേരും കൂടെ ഫ്ലോഹായിട്ട് അവരുടെ ഇരിപ്പുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അങ്ങനെ വിളിക്കത്തില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മത്തായി 23-9 വാക്യത്തിൽ നമുക്ക് ആരെങ്കിലും ആക്കി പരിചയമില്ലെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം. മത്തായി 23 വാക്യത്തില് കർത്താവ് ഇങ്ങനെ പറയുന്നത്, സഹോദരങ്ങളുടെ ഇടയിൽ നമ്മൾ ഭൂമിയിൽ ഒരാളെ നമ്മൾ അച്ഛൻ, പപ്പ, ഡാഡി എന്നൊക്കെ വിളിക്കുന്നു, ഭൗതികമായിട്ടുള്ള നമ്മുടെ പിതാവിനെ. പക്ഷെ വേറെ ആരെയും നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ, കർത്താവ് ശിഷ്യവൃന്ദത്തിനിടയിൽ അവർ പരീക്ഷമാരെ ശാസിച്ചുകൊണ്ട് പറയുവാണ്, അത് കർത്താവിന്റെ ഒരു കമാൻഡ്മെന്റ്. മത്തായി 23-9 വാക്യം, നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ, ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്. ഇത് ആ സഹോദര വൃന്ദത്തിനിടയിൽ ആരും പിതാവ് എന്ന് വിളിക്കരുത്. അപ്പൊ ഞാൻ അച്ഛനും അതുകൊണ്ട് വിളിക്കത്തില്ല, അത് മത്തായി 23-9 അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ആ കൊട്ടേഷൻ തന്നെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല അപ്പൊ അങ്ങനെ ഈ ഫാദറിനെ വിളിച്ചത് ഞാൻ അപ്പൊ അത് അത്രയും കൂടെ പറ്റത്തില്ല. മറ്റേ ഈ അച്ഛൻ എന്നുള്ളത് ചിലരാണെങ്കിൽ അച്ഛൻ ഇച്ഛ അല്ലാതെ ഇച്ഛയാക്കിയിട്ട് അച്ചാച്ചത്തിൽ ഒരു ഷോർട്ട് ഫോം ആണ് അച്ഛൻ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് അച്ഛാന്ന് വിളിക്കുക എന്ന് പറയും. അപ്പൊ ഞാൻ അവരോട് പറയാം, അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ എങ്ങനെ ബ്രദർ എന്നാണ് വിളിക്കുന്നത്? അത് അച്ചാച്ചന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള അച്ഛനാണെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ ഫാദർ എന്ന് വിളിക്കരുതല്ലോ, റവറൻ ഫാദർ എന്നല്ലേ വിളിക്കുന്നത്. അപ്പം അത് ഒരു മുടന്തനായോ? അത് ശരിക്കും പറഞ്ഞാൽ അത് അച്ഛൻ എന്നുള്ളത് മറ്റേത് തന്നെ ആ ഉള്ള അർത്ഥത്തിൽ തന്നെ അച്ഛൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ആൾക്കാർ സ്വന്തം സമാധാനത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സ്റ്റാഫിനൊക്കെ ചിലപ്പം പല കാര്യങ്ങളും ബുദ്ധിമുട്ട് കാണും. ഞാൻ അതാരെയും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറയുമല്ല, പക്ഷെ എങ്കിലും യുനോ കഴിയുന്നത് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ആ സ്റ്റാൻഡിന്റെ കാര്യം ഞാൻ പറയൂ. അതുപോലെ അത് യുനോ പലർക്കും അത് അപ്രിയമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ആരെയും പാസ്റ്റർ എന്ന് വിളിക്കാറില്ല. പാസ്റ്റർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ പാസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം ഷെപ്പേർഡ് എന്ന. ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇടയൻ, പാസ്റ്റർ ഇൻ ദ ഫ്ലോക്ക്. അപ്പൊ നമ്മളെ ആത്മീയമായിട്ട് പാസ്റ്റർ ചെയ്യുന്നവരെയാണ് നമ്മൾ പാസ്റ്ററായിട്ട് കാണണ്ടേ. പക്ഷെ അതൊരു ടൈറ്റിലായിട്ട്, നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ, നിങ്ങൾ എല്ലാവരും
വേലക്കാർ, യു ആർ സെർവൻസ്. കർത്താവോട് രണ്ട് ടൈറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അഥവാ എന്തെങ്കിലും നമ്മൾ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എടുക്കണമെങ്കിൽ രണ്ട് കാര്യം കർത്താവ് പറയുന്നത്. മത്തായി 23 നമ്മൾ തിരിച്ചു വരുമ്പോൾ കർത്താവിൽ മാത്രം പ്രശംസിക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. അത് എന്താ പറയുന്നത്, മത്തായി 23:9 നിങ്ങളും എല്ലാവരും സഹോദരന്മാർ, ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തിനത്ര നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. ഇന്നാണെങ്കിൽ മോസ്റ്റ് റെവറൻഡ് ഹോളി ഫാദർ, കുറച്ചാൾ മുമ്പ് ഒരു കത്തോലിക്ക വിഭാഗത്തിലുള്ള ഒരു സഹോദരി ഇങ്ങനെ പറയുന്നത്, ഡോക്ടർ ഞങ്ങൾക്ക് ഇന്നത്തേക്ക് അപ്പോയിന്റ്മെന്റ് വേണ്ട, നാളത്തേക്ക് പറഞ്ഞു, ഞങ്ങളുടെ മാതാവ് വരുന്നുണ്ട്. അത് ഈ കന്യാസ്ത്രീയില് കുറച്ചുകൂടെ സിസ്റ്റർ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ മദർന്ന് വിളിക്കാൻ തുടങ്ങി, അവർ മാതാവെന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പിന്നെ അവരോട് പറയുന്നത്, അവര് ആ ഒരു വിഭാഗത്തില് അങ്ങനെയുള്ള ഈ ഒരു മാതാവ്, അങ്ങനെയുള്ള ആൾക്കാരെയും പിതാവ് മാതാവ് എന്നൊക്കെ അവർ വിളിക്കുന്നത്. സോ അത് ശരിക്കും പറഞ്ഞാൽ എത്ര ഒരു പരിഹാസ്യമുള്ള ഒരു കാര്യം. കർത്താവ് പറയും നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് പറയുമ്പോൾ ആരെയും മാതാവ്, നമ്മുടെ ഭൂമിയിലെ അമ്മയെ നമ്മൾ അമ്മയെന്ന് വിളിച്ച്, പിന്നെ നമ്മൾ വയസ്സുള്ളവരെ നമ്മള് സ്നേഹത്തോടെ അമ്മയെന്ന് നമ്മൾ ആ ഒരു അർത്ഥത്തിൽ വിളിക്കുന്ന, അല്ലാതെ ആ ഒരു ആത്മീയ സ്ഥാനം എന്നുള്ള നിലയിൽ മാതാവ്, പിതാവ്, ഒരുത്തിനത്ര നിങ്ങളുടെ പിതാവ്, അതുകൊണ്ട് നിങ്ങൾ നായകന്മാരെന്നും പേരെടുക്കരുത്. 10ാമത്തെ വാക്യം, ഒരുത്തിനത്ര നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. 11ാമത്തെ വാക്യം, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങൾ യു ഓൾ ആർ ബ്രദേഴ്സ് എന്ന് കർത്താവ് 8ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെന്താ, യു ഓൾ ആർ സെർവൻസ്, നിങ്ങൾ ഷാൽ ബി യുവർ സെർവൻറ്റ്. ആ ഒരു അതാ കർത്താവ് നമുക്ക് നിങ്ങളുടെ വേലക്കാരൻ അല്ലെങ്കിൽ ബ്രദർ എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് നമ്മുടെ ചർച്ചിൽ നമ്മള് ബ്രദർ സിസ്റ്റർ എന്നുള്ള കാര്യം, നമ്മളുടെ ഔദ്യോഗിക നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഡോക്ടർ ആയിരിക്കും, നമ്മുടെ ബാക്കിയുള്ളിടത്ത് നമ്മള് അതുപോലെയുള്ള സ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ കാണും. പക്ഷെ നമ്മുടെ സഭയിലെ സഹോദരങ്ങളുടെ ഇടയിൽ നമ്മളുടെ സന്തോഷം ഈ ലോകത്തിന്റെ ടൈറ്റിലുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെയാണ്. അതോ ബാക്കിയുള്ളവരെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോ ഞാൻ വിളിച്ചപ്പോ ഇനിയിപ്പോ ദിവസം ഇങ്ങനെയുള്ള ആരും എന്നെ വിളിക്കത്തില്ല. പക്ഷെ ഇനിയിപ്പോ എന്തോ ഒരു സേവിയർ സംഘത്തിന് ഈ നവംബർ 26 മറ്റോ എന്തോ വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ച് എന്നെ മടുത്തുകൊണ്ട് അവർ വിളിക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ എന്തായാലും അവർ വിളിച്ചിട്ടുണ്ട്. അപ്പം അവരോട് എന്തായാലും സുവിശേഷമൊക്കെ പറയാമല്ലോ എന്നുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് വെച്ചാല്, കർത്താവിലാണോ നമ്മളുടെ സന്തോഷം, കർത്താവിലാണോ നമ്മുടെ പ്രശംസ, കർത്താവിനെയാണോ നമ്മൾ ആരാധിക്കുന്നത്? ബാക്കി ആൾക്കാർ എന്ത് പറയുന്നു, ബാക്കി ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു, നമ്മളുടെ ബന്ധുക്കാർ എന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, മുഹൂർത്തം നോക്കുന്നു, അവര് കാലം നോക്കുന്നു, നേരം നോക്കുന്നു, വാസ്തു നോക്കുന്നു, അത് നോക്കുന്നു, ഇത് നോക്കുന്നു. പക്ഷേ നമുക്ക് എല്ലാം നല്ല കാലം തന്നെ. ഇനിയിപ്പോ ആരെങ്കിലും ചീത്ത കാലമായിട്ട് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ നമ്മൾ അത് എടുക്കാനും തയ്യാറാണ്. എന്ന് വെച്ചാൽ നമ്മള് ഒന്നും ഇല്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു സമയത്ത് മാത്രം ചെയ്യരുത്, അങ്ങനെ പറയുവാണെങ്കിൽ ആ സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് അത് ശരി. അത് സാക്ബർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ഗിവ് മി എ ട്രഡിഷൻ ആൻഡ് ഐ വിൽ ബ്രേക്ക് ഇറ്റ്. എനിക്കൊരു പാരമ്പര്യം ഇതാ, ഞാൻ ഇപ്പൊ അത് ഉടച്ചു തരാം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ചുള്ളിക്കപ്പ് ഞാനിപ്പോ അത് പിടിച്ചു തരാന്ന് പറയുന്ന ലാഘവത്തില് മനുഷ്യന്റെ പാരമ്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം കർത്താവ് പാപത്തിനെതിരെ മാത്രം പ്രസംഗിച്ചായിരുന്നെങ്കിൽ കർത്താവിനെ ആരും പിടിച്ച് ക്രൂശിക്കത്തില്ലായിരുന്നു. കർത്താവ് പക്ഷെ പാരമ്പര്യങ്ങൾക്കെതിരെ, ആ പരീശന്മാരുടെ വലിയ വ്യർത്ഥമായിട്ടുള്ള മനുഷ്യ പാരമ്പര്യങ്ങൾക്കെതിരെ, അവരുടെ കാപട്യത്തിനെതിരെ എല്ലാം കർത്താവ് ഘോരം പറഞ്ഞതുകൊണ്ടാണ് അവരെല്ലാം കൂടെ പിടിച്ച് കർത്താവിനെ ക്രൂശിച്ചത്. അതുകൊണ്ട് കർത്താവ് നമുക്ക് പുണ്യാഹയാഗമായിട്ട് നമ്മൾ രക്ഷിക്കപ്പെടാൻ ഇടയായത്. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരാണോ? മനുഷ്യനെ പ്രസാദിക്കുന്ന വെച്ചാൽ നമ്മളെ തന്നെ നമ്മളൊരു മനുഷ്യനാണ്. അപ്പൊ നമ്മളെ തന്നെ പ്രസാദിപ്പിക്കുന്ന, നമ്മുടെ സ്വയജീവൻ നമ്മളെ തന്നെ പ്രസാദിപ്പിക്കുന്നവര്, മറ്റു മനുഷ്യരുടെ ഒപ്പീനിയൻ, അതോ നമ്മൾ യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാരാണോ? അതാ നമ്മളെ ഫിലിപ്പിയർ 3:3 നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും. പക്ഷെ എങ്ങനെയാ ഈ രണ്ട് തലത്തിലേക്ക് എത്താൻ പറ്റുന്നതെന്നുള്ള കാര്യമാണ് പിന്നെ പറയുന്നത്. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. നമ്മളിപ്പോഴും പറയുന്നത് പോലെ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു ജഡമാകുന്ന തിരശ്ശീലയുണ്ട്. ആ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെടുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് ആത്മാവിൽ നിന്ന്, ആത്മാവിന്റെ കൺട്രോളിൽ നമുക്ക് ജീവിക്കാൻ ഒക്കുള്ളൂ. ആത്മാവിന്റെ കൺട്രോളിൽ ജീവിക്കുന്ന, ആത്മാവിന്റെ നിയന്ത്രണത്തില്, ആത്മാവില് കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ പ്രശംസിക്കുകയും കർത്താവിനെ മാത്രം സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പരിച്ഛേദന. അത് ജഡത്തിൽ ആശ്രയം വെക്കാതെ, അതായത് ജഡത്തിൽ എന്ന് പറഞ്ഞാൽ ഏതോ അവരെന്ത് പറയും, ഇവരെന്ത് പറയൂ, അവരൊക്കെ വലിയ സീനിയർ ആൾക്കാർ, നമ്മളെ അത് എന്റെ ജോലി പോവുമോ, ഞാനിങ്ങനെ സത്യത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്താൽ എനിക്ക് ഇങ്ങനെ വരുമോ, അങ്ങനെ വരുമോ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും നമ്മുടെ ഫ്രണ്ട്സ് എന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജഡത്തില് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളില് ഒരു ആശ്രയം വെക്കാനാണ് നമ്മളുടെ ഒരു താല്പര്യം. പക്ഷെ
അവിടെ യുനോ അപ്പൊ ഞാൻ ഈ പാസ്റ്റർ എന്നുള്ള വിളിപ്പേരും പറയത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ പാസ്റ്റർ പറഞ്ഞ ഇടയൻ, അത് ടൈറ്റിൽ അല്ല. അപ്പൊ ഞാൻ അങ്ങനെ പാസ്റ്റർ ആയിട്ടുള്ള വിളിപ്പേരുള്ള സഹോദരങ്ങൾ വരുമ്പോൾ ഞാൻ അവരെ സാറെന്ന് വിളിക്കും. വെച്ചാൽ നമ്മളവരെ മനഃപൂർവ്വം ഓഫൻഡ് ചെയ്യാൻ വേണ്ടി ബ്രദറിനെ വിളിച്ച്, പണ്ടങ്ങാണ്ട് ഞാൻ ബ്രദറിനെ വിളിച്ച ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയമായിരുന്നു. ഇന്ന് പിന്നെ ആൾക്കാർ ചിലപ്പോൾ ഡോക്ടറായിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെടത്തില്ലായിരിക്കും, എന്നാലും അവർക്ക് വല്ലാതെ അമർഷം തോന്നുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ സാറ് തന്നെ വിളിക്കും. നമുക്ക് സാഗ്വർ പറയുകയാണെങ്കിൽ റഷ്യൻ സാർ എന്ന് വിളിക്കുന്നവരെ പറഞ്ഞതുപോലെ മലയാളത്തില് സാർ എന്ന് പറഞ്ഞൊരു പദവിയുണ്ട് നമ്മുടെ മലയാളിക്കടെ. അപ്പൊ സാർ എന്ന് വിളിച്ചാല് അപ്പൊ അവർക്ക് നമുക്ക് അപ്പൊ അവർക്ക് അത് അറിയാം. വെച്ചാൽ അവരെന്നോട് പലർക്കും നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ ചിലർ പറയും ഞാൻ സാറിനെ വിളിക്കുമ്പോൾ അല്ല ഞാനങ്ങനെ അച്ഛനാണ് എന്ന് ഒന്നുകൂടെ അവരൊന്ന് ഓർപ്പിക്കും. ഞാൻ പറഞ്ഞു അതെ സാറേ ഞാൻ ഇങ്ങനെ അതെന്ന് പറഞ്ഞ് ഒന്നുകൂടെ പറയുമ്പോൾ അവർക്ക് ഒരു ഡോസും കൂടെ കിട്ടും, പിന്നെ ഒരു കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ഈ മനുഷ്യനെ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കർത്താവേ അങ്ങ് പറയുന്നു, ആ ഒരു ബാക്കിയുള്ളവരെല്ലാം ചിലപ്പോൾ നമ്മളെ കുറ്റം പറയൂ, നിന്ദിക്കൂ. ഞങ്ങളുടെ വിവാഹം നടന്ന ആ ഒരു സമയത്ത് ഓ ഇങ്ങനെയൊക്കെയാണോ, ഇതാണോ, ഇങ്ങനെയൊക്കെയാണോ, ഞങ്ങളുടെ ആ പുച്ഛിച്ച അതേ ബന്ധുക്കൾ തന്നെ പേഷ്യൻസ് ആയിട്ട് ഇപ്പം പലപ്പോഴായിട്ടൊക്കെ കാത്തു കെട്ടി കിടന്ന് പേഷ്യൻസ് ആയിട്ട് ഒക്കെ വരാനും ക്ലയൻസ് ആയിട്ട് വരാനും അവരുടെ പല ആവശ്യങ്ങളിലും അവർ വന്ന ദൈവം അത് ദൈവം അതിന് കടക്കാറില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഞങ്ങളെ അതുപോലെ പുച്ഛിക്കുകയും കളിയാക്കുകയും അന്നൊക്കെ നമുക്കൊന്നും മൈൻഡ് പോലും ഇല്ലായിരുന്നു. അവർക്കെങ്കിലും പറയട്ടെ, അതൊക്കെ പിന്നീട് പലതും ഒക്കെ പറഞ്ഞെന്നുള്ള കാര്യത്തിൽ നമ്മൾ അറിയുന്നതെന്ന് അവരെ തന്നെ. അത് പക്ഷെ ദൈവം മാനിക്കാനും പിന്നെ ഒരു 20 വർഷത്തിന്റെ ഗ്യാപ്പ്, 10 വർഷം 10 വർഷത്തിന്റെ ഗ്യാപ്പ് വിശ്വാസത്തേക്ക് വന്നതിന് ശേഷം ഒരു 20 വർഷം. ഞാൻ പറയുന്നത് വെച്ചാൽ ദൈവം നമ്മളെ ആ ഒരു വേറെ ഓരോ തരത്തില് നമ്മളെ മാനിക്കാൻ, ഇപ്പൊ യോസേഫിന്റെ സഹോദരന്മാര് തന്നെ അവനെ പൊട്ടക്കിണറ്റി കൊണ്ടാക്കി. അതേ സഹോദരന്മാര് തന്നെ അവന്റെ മുമ്പാകെ വന്ന ആവശ്യത്തിന്റെ ഘട്ടത്തിൽ വരുവാനും ദൈവം ഇടയാക്കി എന്ന് പറയുന്നത് പോലെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് കർത്താവിനായിട്ട് സ്റ്റാൻഡ് എടുക്കുമ്പം നമ്മൾ ലജ്ജിച്ചു പോകാൻ ഇടവരുത്തില്ല. ഇനിയിപ്പോ ലോകത്തിന് മുൻപിൽ നമുക്കൊരു മാനവും വേണ്ട അല്ലെങ്കിൽ തന്നെ, പക്ഷെ എങ്കിൽ പോലും കർത്താവ് ആർക്കും കടക്കാരനായിട്ട് ഇരിക്കുന്നില്ല. നമ്മള് കർത്താവിൽ തന്നെ, കർത്താവിന് തന്നെ നമ്മുടെ ജഡത്തില് എങ്ങനെയാണ് നമ്മൾ ആത്മാവിനെ ആരാധിക്കുകയും കർത്താവിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് ഒരു യഥാർത്ഥ പരിശോധനയായിട്ട് വരുന്നതെന്ന് വെച്ചാല് ജഡമാണ് ഒരു അഗ്രചർമ്മം, ഫോസ്കിൻ. ഈ അഗ്രചർമ്മം മുറിച്ച് കളയുന്നതിനാ സർക്കംസിഷൻ എന്ന് പറയുന്നത്. ഈ ജഡമാണ് ഈ അഗ്രചർമ്മം. ആ ജഡമാകുന്ന അഗ്രചർമ്മമാണ് വചനമാകുന്ന വാളുകൊണ്ട് അത് ചിന്തി കളയേണ്ടതായിട്ടുള്ളത്. അപ്പൊ അത് ആത്മാവിലുള്ള, അത് നമ്മൾ നോട്ട് സർക്കംസൈസ് വിതൗട്ട് ഹാൻഡ്സ് എന്നുള്ളൊരു പദപ്രയോഗം നമ്മൾ ഫിലിപ്പിയർ കഴിഞ്ഞിട്ട് കൊളോസ്യ ലേഖനത്തിൽ കാണുന്നത്. കൊളോസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തില് അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ 9-ഉം കൂടെ ചേർത്ത് വായിക്കാം. കൊളോസ്യർ 2-ന്റെ 9, 10 വാക്യങ്ങളില് അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശുവിലാണ് ദൈവത്തിന്റെ ആ സകല സമ്പൂർണത ദേഹരൂപമായിട്ട് വസിക്കുന്നത്. അവനിൽ നമ്മള് പൂർണ്ണരാണ്. യു ആർ മെയ്ഡ് കംപ്ലീറ്റ് ആണ്. 10-ാമത്തെ വാക്യത്തില് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിന് തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കും. നമ്മൾ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. നമ്മള് കർത്താവില് പരിപൂർണരാണെന്നുള്ളൊരു കാര്യം. കർത്താവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ, യേശു കർത്താവ് യഹൂദനായിട്ട് പറഞ്ഞുകൊണ്ട് കർത്താവ് പരിച്ഛേദന ഏറ്റു 8-ാം ദിവസം എന്നൊക്കെ നമ്മൾ ലൂക്കോസ് 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാതെ പരിച്ഛേദനയും ലഭിച്ചു. അപ്പൊ നമ്മുടെ ജഡശരീരം ക്രിസ്തുവിന്റെ പരിച്ഛേദനയിൽ ഉരിഞ്ഞു കളഞ്ഞു. അത് ഇന്ന് നമ്മൾ ഓരോ ദിവസമായിട്ടും ആ ജഡത്തെ ക്രൂശിക്കുമ്പോൾ ആ ജഡത്തിന് നമ്മുടെ ജഡം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വന്തം ഇഷ്ടം, നമ്മുടെ സ്വയജീവൻ. ആ ജഡത്തെ ഓരോ സാഹചര്യങ്ങൾ, ഓരോ മനുഷ്യനെ പ്രസാദിപ്പിക്കാനാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് പരാതിയും വെറുവെറുപ്പും വരാനാവട്ടെ, അല്ലെങ്കിൽ ചില അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു പ്രലോഭനമായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യം, കോപം, അല്ലെങ്കിൽ അതുപോലുള്ള പല പല പ്രലോഭനങ്ങൾ നമ്മുടെ ജഡത്തിൽ പൊങ്ങി വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാരാണോ എന്ന് എങ്ങനെ അറിയുന്നത്? ഈ ജഡശരീരം ഉരിഞ്ഞു കളയാൻ വേണ്ടി അവിടെ ഈ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള ദൈവത്തിന്റെ വാള് കൊണ്ട് ഈ ജഡത്തെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സർക്കംസൈസ് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് പരിച്ഛേദന ചെയ്യുവാൻ നമ്മളതിനെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ജഡം ഉരിഞ്ഞു കളയുന്നതിനനുസരിച്ച്, ജഡം ചീന്തപ്പെടുന്നതിനനുസരിച്ചാണ് പരിശുദ്ധാത്മാവിന് നമ്മളുടെ ആത്മാവില് വന്ന് നിറയാൻ ഒക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് രക്ഷിക്കപ്പെടുമ്പോൾ ആ ജഡത്തിൽ ഒരു ചെറിയൊരു ചെറിയൊരു വിടലുണ്ടായി.
നമ്മൾ ആദ്യമായിട്ട് നമ്മെ തന്നെ കർത്താവെ അങ്ങനെയൊക്കെയായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ തന്നെ തരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ആ, ആ, ഒരു ആ, പരിച്ഛേദനയുടെ ഒരു ആരംഭം ക്രിസ്തുവിൽ നമ്മൾ പരിച്ഛേദന യു എ ഓൾസോ സർക്കംസൈസ് വിത്ത് സർക്കംസിഷൻ മെയ്ഡ് വിതൗട്ട് ഹാൻഡ്സ്, ക്രിസ്തുവിൽ നമ്മൾ പരിച്ഛേദന കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രായോഗിക ജീവിതത്തിൽ ആ ഒരു പരിച്ഛേദനയുടെ ഒരു ആരംഭം കർത്താവിന്റെ കർത്താവ് നമ്മളെ രക്ഷിക്കുമ്പോൾ അതിന്റെ ഒരു തുടക്കം സംഭവിക്കുന്നു എന്ന ആ പരിച്ഛേദന എപ്പോഴാണ് പൂർത്തിയാകുന്നത്? നമ്മളുടെ ജീവിതാവസാനം വരെ ഈ ജഡത്തിൽ ആശ്രയം വെക്കാതെ കർത്താവെ ഓരോ സാഹചര്യത്തിലും ഞാൻ എന്റെ ഇഷ്ടം പോലല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് മത്തായി 26:39 അതാ കർത്താവ് കുറച്ച് നിലവിളിയോടെ പറഞ്ഞ് എന്റെ ഇഷ്ടം പോലെ അല്ല പിതാവേ അങ്ങയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് കർത്താവിന്റെ വേർപ്പ് രക്തമായി തീർന്നു എന്നൊക്കെ നമ്മള് ലൂക്കോസ് 22:44 വായിക്കുന്നുണ്ട്. മെഡിക്കൽ സയൻസിലെ ഹെമറ്റോഹൈഡ്രോസിസ് എന്ന് പറയും. അതായത് എന്താ സ്വെറ്റ് ബ്ലഡ് ആവുന്നത് വലിയ എക്സ്ട്രീം സ്ട്രെസ്സിൽ വളരെ റെയറായിട്ട് നമ്മളുടെ വേർപ്പ് രക്തമായി തീരാം. അങ്ങനെയുള്ള ആ ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഹെമറ്റോഹൈഡ്രോസിസ് എന്നുള്ളൊരു വാക്കുകൊണ്ട് മെഡിക്കൽ ഡോക്ടേഴ്സ് ഒക്കെ വിശേഷിപ്പിക്കുന്ന ആ ഹെമറ്റോഹൈഡ്രോസിസ് ആണ് കർത്താവിന് ലൂക്കോസ് 22:44 ഹെമറ്റോഹൈഡ്രോസിസ് ഹെമറ്റോട്രോസിസ് എന്ന് പറയുന്ന ആ വാക്ക്, രണ്ട് വാക്കുകളും അതിൻ്റെതായിട്ടാണ് പറയുന്നത്. ഹെമറ്റോഹൈഡ്രോസിസ്, ഹിമോറ്റിഡ്രോസിസ് എന്ന് പറഞ്ഞാൽ അത് വേർപ്പ് രക്തമാവുന്ന കർത്താവിന്റെ വേർപ്പ് രക്തമാകാൻ കാരണം അധികമായിട്ടുള്ള ആ ഒരു പിതാവിനോടുള്ള ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് താൻ വേർപെട്ട് പോകേണ്ടി വരും. നിത്യ നരകാഗ്നി പിതാവിന്റെ കൂട്ടായ്മയിൽ നിന്ന് താൻ വേർപെടേണ്ടി വരും എന്നുള്ള ആ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ച് അതീവ വ്യഥയോടെ ആത്മാവില് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ദുഃഖം കർത്താവിനെ ഭരിച്ച അവിടെയും എന്റെ ഇഷ്ടം പോലെയല്ല പിതാവിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് രക്തം ചിന്തുവോളം, കാൽവരിയിൽ രക്തം ചിന്തി, ഗെത്സമനയിൽ കർത്താവ് രക്തം ചിന്തി എനിക്കായിട്ട്. എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം പോലെ, എന്റെ ഇഷ്ടം പോലെ പിതാവെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ അവിടെ പരിച്ഛേദനയുടെ ഒരു രക്തം ചിന്തനുണ്ട്. പരിച്ഛേദന പരിച്ഛേദന ചെയ്യുമ്പോൾ അഗ്രചർമ്മം മുറിച്ച് കളയുമ്പോൾ ഒരു രക്തം ചിന്തലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ സ്വയജീവന്റെ ഒരു രക്തം ചിന്തലുണ്ട്. കർത്താവ് അതുപോലൊരു വില കൊടുത്താണ് പ്രാണത്യാഗത്തോളം രക്തം ചിന്തുവോളം പാപത്തിനെതിരായിട്ട് പോരാടേണ്ടതിനെ കുറിച്ച് എബ്രായർ 12:4 വാക്യത്തില് രക്തം ചിന്തുവോളം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അത് പ്രാണത്യാഗത്തോളം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ വേണ്ടേ? നമുക്ക് ആ വാക്യത്തിലേക്ക് പോകാം. ഇവിടെ നമ്മൾ പരിച്ഛേദനയെ കുറിച്ച് പറയുന്ന രക്തം ചിന്തുന്നത് എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് വരുന്ന കാര്യമാണ്. അതാ എബ്രായർ 12:4 വാക്യം, പാപത്തോട് പോരാടുന്നത് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ല എന്നാൽ ആ പരിഭാഷ അത്ര കറക്റ്റ് അല്ല. പ്രാണത്യാഗം എന്നുള്ളത് ശരിക്കും അത് ടു ദ പോയിന്റ് ഓഫ് ഷെഡിങ് ബ്ലഡ്, ഹെമറ്റോളജി, ഹീമോഗ്ലോബിൻ, ഹേമ എന്നുള്ള ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പോയിന്റ് ഓഫ് ഷെഡിങ് ബ്ലഡ്, അക്ഷരികമായിട്ട് രക്തം ചിന്തുന്ന അവിടെ രക്തം ചിന്ത പറഞ്ഞാൽ സ്വയജീവന രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ സ്വയജീവൻ രക്തത്തിലാണ് നമ്മളുടെ പ്രാണൻ എന്നാണ് നമ്മൾ ഒരു പുസ്തകത്തിന്റെ 17:11 ഉൽപ്പത്തി 6:9 ഒക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. രക്തത്തിലാണ് ജീവൻ എന്നുള്ളൊരു കാര്യം. ആ രക്തം ചിന്തുവോളം എന്ന് പറഞ്ഞാൽ കർത്താവേ പല കാര്യങ്ങളിലും പല പാപത്തിന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ കർത്താവേ എന്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ അതൊരു കഷ്ടമുണ്ട്, ജഡത്തിലൊരു കഷ്ടമുണ്ട്, ഒരു രക്തം ചിന്തലാണ്. ചിലപ്പോൾ നമ്മൾ ചില അപമാനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും നമ്മളെ പുകഴ്ത്തുന്നു. ആ സമയത്ത് കർത്താവേ ആ പുകഴ്ചയിലൊന്നും എനിക്കൊരു ഞാൻ മതി പറഞ്ഞു പോകാൻ കർത്താവേ ആ പുകഴ്ച അവിടത്തേക്കുള്ളതല്ല പുകഴ്ച, ആ പുകഴ്ച എനിക്കായിട്ട് എടുക്കാനുള്ളൊരു പ്രലോഭനം കർത്താവേ എന്റെ അല്ല കർത്താവേ, എന്റെ യാതൊരു മഹത്വമല്ല, എന്റെ യാതൊരു ഗുണവുമില്ല, അവിടുന്നാണ് എന്ന് പറഞ്ഞ് അവിടെ ഒരു രക്തം ചിന്തലുണ്ട്. അവിടെ ഒരു പരിച്ഛേദന നടക്കേണ്ടതായിട്ടാണ്. അവിടെ ആ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാ നമ്മളുടെ ആത്മാവിലൊന്ന് നിറഞ്ഞ് നമ്മൾ കർത്താവിനെ അതിവിശുദ്ധ സ്ഥലത്ത് ചിന്തിയ ജഡഭാഗം തിരിച്ചിലേക്കും അപ്പുറത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവില് ആത്മാവിലെ സത്യത്തിൽ കർത്താവിനെ ആരാധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. യോഹന്നാൻ 4:23-24 വാക്യങ്ങളിൽ അതാണ് നമ്മൾ കേട്ടെ. ആത്മാവില് കർത്താവിനെ ആരാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനുഷ്യാത്മാവില് പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞ് ആത്മാവിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു, സത്യത്തിലും ആരാധിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്നു പറയുമ്പോൾ നമ്മളുടെ ആത്മാവിൽ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നു. സത്യത്തിൽ ആരാധിക്കുന്നു പറയുമ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ് സത്യം. യോഹന്നാൻ 17:17. അപ്പം വചനപ്രകാരം നമ്മൾ ആരാധിക്കുന്നു, പിന്നെ
യാഥാർത്ഥ്യത്തിൽ നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അതൊരു യാഥാർത്ഥ്യമുണ്ട്. ഒരു ജഡമാകുന്ന ഒരു മൂടുപടമൊക്കെ ഇങ്ങനെ നീങ്ങിപ്പോയി. ജഡത്തെ ഒരു മൂടുപടത്തോടൊക്കെ ഉപയോഗിച്ച് നമ്മൾ 2 Corinthians 3:18 മൂടുപടി നീങ്ങിയ മുഖത്ത് ഒരു മുഖംമൂടിയൊന്നുമില്ല, യാഥാർത്ഥ്യത്തോടെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മളൊരു നീച പാപിയായിരിക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകൾ വന്നുവെങ്കിലും കർത്താവേ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് ഞാൻ അതുപോലെ തന്നെ വരുന്നു കർത്താവേ. ഞാനൊരു നീച പാപിയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്ര കുറവുകൾ വന്നു, ഇത്ര വീഴ്ചകൾ വന്നെങ്കിലും കർത്താവേ, ഞാൻ ഇനിമേൽ എന്നിൽ ആശ്രയിക്കാതെ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ തന്നെ ഞാൻ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിൽ നിന്ന് നിറഞ്ഞ് അവിടെ കർത്താവിനെ ആരാധിക്കുന്നു. കർത്താവിൽ തന്നെ ഞാൻ മതിമറക്കുന്നു. എനിക്ക് സ്വർഗത്തില് യേശു അല്ലാതെ വേറെ ആരോ ഉള്ള, ഭൂമിയിൽ അങ്ങേയല്ലാതെ ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞു? ആസാഫ്. അവിടെ യേശു എന്നുള്ള വാക്ക് ആസാഫ് ഉപയോഗിച്ചില്ല, കർത്താവെന്നാ പറഞ്ഞെന്നാ നമ്മൾ പുതിയ നിയമത്തിൽ പറയുമ്പോൾ യേശു അല്ലാതെ എനിക്ക് വേറൊന്നും സ്വർഗത്തിലും വേണ്ട ഭൂമിയിലും വേണ്ട എന്ന് ആസാഫ് 73-ാം സങ്കീർത്തനത്തിൽ 25 പറഞ്ഞ ഒരു ആരാധനയുടെ വാക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സാങ്കേതിർന്ന് കേൾക്കാറുണ്ടാണ്. യേശുവിനെ മാത്രം എനിക്ക് മതി. കർത്താവേ, അങ്ങേ ആരാധന, അങ്ങേക്ക് ആരാധന, അങ്ങേ പോലെ ദൈവമേ വേറെ ആരുള്ളി ലോകെ നമ്മൾ പാടിയത്. കർത്താവേ, അങ്ങേ പോലെ വേറെ ആരുമില്ല. അങ്ങേ ഞാൻ ആരാധിക്കുന്നു, എന്നെ മുറ്റുമായിട്ട് സമർപ്പിക്കുന്നു. അവിടെ ആ കർത്താവിൽ മാത്രം സന്തോഷിക്കുന്ന ഒരു അവസ്ഥയുള്ളേ. അപ്പൊ നമ്മൾ കർത്താവിനെ അങ്ങനെ ആരാധിക്കുമ്പോഴാണ്, അവിടെ കർത്താവിൽ മാത്രം ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും ലാത്രോ എന്നുള്ളൊരു പദമാണ് അവിടെ ഫിലിപ്പിയർ 3:3 ഉപയോഗിച്ചിരിക്കുന്നത്. ആരാധിക്കുക, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ലാത്രോ എന്നുള്ള പദത്തിന് ആരാധിച്ച് ശുശ്രൂഷിക്കുക എന്നുള്ളൊരു അർത്ഥഭേദവും കൂടെ പറയാം. ആരാധിക്കുകയും കർത്താവിനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ആ ഒരു ആത്മാവിന്റെ തലത്തില് കർത്താവിന്റെ മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ അല്ല. പിന്നെ കർത്താവിൽ തന്നെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. കർത്താവിൽ തന്നെ പ്രശംസിക്കുക, കർത്താവിൽ അതിന്റെ സന്തോഷം. ബാക്കി ആൾക്കാർ എന്ത് പറയുന്നു, അവരെന്ത് പറയുന്നു, അയ്യോ അവരെല്ലാം കൂടെ എന്നെ കുറിച്ച് ഇങ്ങനെ പറയണമെന്ന് പറയുന്നു, അങ്ങനെ പറയണമെന്ന് പറയുന്നു. അവരിങ്ങനെ മനുഷ്യ പാരമ്പര്യം, അത് ക്രിസ്തീയ പാരമ്പര്യം ആവട്ടെ, മനുഷ്യരുടെ വ്യർത്ഥ പാരമ്പര്യങ്ങളല്ല. ക്രിസ്തീയ പാരമ്പര്യമായാലും വ്യർത്ഥ പാരമ്പര്യം, ആ പൂർവ്വപിതാക്കളുടെ വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ എങ്ങനെ വീണ്ടെടുത്തേ? ഈ രക്തം കൊടുത്ത വീണ്ടെടുത്തേന്ന് എവിടെ വായിക്കുന്നു? 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ വ്യർത്ഥ പാരമ്പര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ അതിന്റെ 18-ാമത്തെ വാക്യം. അത് വ്യർത്ഥമാണ്, ഫ്യൂട്ടൈൽ. ചിലത് അങ്ങ് ഫ്യൂട്ടൈൽ, അതിനൊരു വിലയില്ല എന്ന് പറയുന്നത് പോലെ വ്യർത്ഥമായിട്ടുള്ള പാരമ്പര്യമാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നമ്മള് വ്യർത്ഥമായിട്ടുള്ള ചില ഫ്യൂട്ടൈൽ വേ ഓഫ് ലൈഫ് ഇൻഹെറിറ്റഡ് ഫ്രം യുവർ ഫോർഫാദേഴ്സ്. പൂർവ്വപിതാക്കളിൽ നിന്ന് എന്റെ അപ്പനപ്പന്മാര് മുതലേ അങ്ങനാ ചെയ്തേ, എന്റെ വല്യമ്മ മുതുമുത്തശ്ശി മുതലേ ഇങ്ങനെയാ ചെയ്തേ. വ്യർത്ഥമാണ്. അത് ജസ്റ്റ് ബി ഫ്ലഷ്ഡ് ഇൻ ദ ടോയ്ലറ്റ് ബൗൾ എന്ന് സാക്ബറിന്റെ ഭാഷ പറഞ്ഞാൽ അത് ഈ പൂർവ്വപിതാക്കളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുള്ള പാരമ്പര്യം കാര്യങ്ങളും അല്ല. ടോയ്ലറ്റിൽ പോയി ഫ്ലഷ് ചെയ്യാൻ പോലും കൊള്ളത്തില്ല, സെപ്റ്റിക് ടാങ്ക് അഴുക്കാകും പോകും. അതുപോലെ വ്യർത്ഥമായിട്ടുള്ള കാര്യമാണ്. ആ വ്യർത്ഥമായിട്ടുള്ള എന്തെങ്കിലും പിതൃപാരമ്പര്യങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അതിൽ നിന്ന്, നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാ? പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പഴയ നിയമത്തിലൊക്കെ പൊന്നും വെള്ളിയും കൊടുത്തൊക്കെ ആൾക്കാരെ വീണ്ടെടുക്കുന്ന, അടിമകളെ വീണ്ടെടുക്കുന്നതൊക്കെ. കർത്താവ് അങ്ങനെയല്ല നമ്മൾ വീണ്ടെടുക്കുക. അതിനും മേതെ ക്രിസ്തു എന്ന 19-ാമത്തെ വാക്യം, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആ കർത്താവ് രക്തം ചിന്തിയത് ഗത്സമന തോട്ടത്തിലായാലും കൽവരി കുരിശിലായാലും കർത്താവ് രക്തം ചിന്തിയപ്പോ കർത്താവ് ആ രക്തം കൊണ്ടാ എന്റെ ഇഷ്ടം പോലെ അല്ലെ പിതാവിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ രക്തം ചിന്തിയ കർത്താവിനെ വീണ്ടെടുത്ത്, ആ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഞാൻ പിന്നെയും ഈ വ്യർത്ഥമായിട്ടുള്ള പിതൃപാരമ്പര്യങ്ങൾ, ബാക്കി പല കാര്യങ്ങളിൽ സന്തോഷിക്കുന്നു. നമ്മള് സന്തോഷിക്കുന്ന കാര്യം പറയുമ്പോൾ 3 തലങ്ങളിൽ സന്തോഷിക്കാം നമുക്ക്. എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ലോകക്കാരെ പോലൊരു സന്തോഷം. അതാ പ്രാകാരത്തിലുള്ളവർ അങ്ങനെ, ലോകക്കാരെ പോലൊരു സന്തോഷം. ലോകത്തിലെ വലിയ കാര്യങ്ങൾ ഏതൊക്കെയാ? കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. കൺമോഹം എന്ന് പറഞ്ഞാൽ പണം. എനിക്ക് ഇത്ര കോടി സ്വത്തുണ്ട്, എനിക്ക് ഇത്ര ശമ്പളമുണ്ട്, എനിക്ക് ലോകക്കാർക്ക് പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ, എനിക്ക് ഇത്ര വലിയ വീടുണ്ട്, ഇത്ര വലിയ കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അതിൽ തന്നെ നമുക്ക് കാറോ വീടോ ഒക്കെ ദൈവം അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വാങ്ങിക്കാം, ഉപയോഗിക്കാം, ദൈവനാമോഹത്തിന് വേണ്ടി എല്ലാം ചെയ്യാം. ആർക്കും കടക്കാരാവാതെ ദൈവം നമുക്ക് തന്ന മുഖാന്തരങ്ങളിൽ ദൈവം നമുക്ക് പ്രേരണയും സ്വാതന്ത്ര്യം തരുന്നത് പോലെ നമുക്ക് വീടോ കാറോ ബംഗ്ലാവോ എന്ത് വേണമെങ്കിലും വാങ്ങുകയോ പണിയോ ഒക്കെ ചെയ്യാം. എന്നാൽ അതിൽ നമ്മളുടെ ഒരു സന്തോഷം, ലോകക്കാരാ എനിക്ക് ഇത്രയും വലിയ കാറുണ്ട്, എനിക്ക് ഇത്ര ലക്ഷം രൂപയുടെ അതുണ്ട്, ഇതുണ്ട്,
പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളിലുള്ള സന്തോഷം, അതാ പ്രാകാരത്തിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ ലോകക്കാരെ പോലെ പ്രാകാരത്തിന് ചുറ്റും പുറമേ ഉള്ള ലോകക്കാരെ പോലുള്ള ഒരു സന്തോഷമുണ്ട്. മൂന്ന് തരത്തിലുള്ള സന്തോഷം ഞാൻ പറഞ്ഞു: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്തിലെ സന്തോഷം പറഞ്ഞു വരുന്നത്. അതിവിശുദ്ധ സ്ഥലത്തിലെ സന്തോഷമാണ് യേശുവിൽ മാത്രം സന്തോഷിക്കുന്നത്. അപ്പൊ പ്രാകാരത്തിലെ സന്തോഷം, ലോകക്കാരെ പോലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ ലോകത്തിന് മുമ്പിൽ മഹത്വമായിട്ടുള്ളത് ദൈവത്തിന് മുമ്പാകെ അറപ്പുളവാക്കുന്നു. ലൂക്കോസ് 16:15 നമ്മൾ വായിക്കുന്നു. ആ ലോകം എന്ന് പറഞ്ഞാൽ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപമാണെന്ന് 1 യോഹന്നാൻ 2:16 നമുക്കറിയാം. പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രൗഢി, അതുപോലുള്ള സ്വർണ്ണാഭരണ വിഭൂഷിതയായിട്ട് വലിയ ഇത്ര പവന്റെ സ്വർണം കൊടുത്ത് ഇത്ര സ്ത്രീധനം കൊടുത്താ ഞാൻ വന്നത്, എനിക്കിവിടെ സ്ഥാനമില്ലേ, മാനമില്ലേ എന്നൊക്കെയാണ് ഇന്നൊരു വീടുകളുടെ ഡയലോഗ്. ഓരോരുത്തര് മാരിറ്റൽ കൗൺസിലിംഗ് ആയിട്ട്, മാരേജ് കൗൺസിലിംഗ് ആയിട്ട് ഓരോരുത്തർ വരുമ്പോൾ ഞാൻ വെറുതെ കയറി വന്നതല്ല, ഞാൻ ഇത്രയൊക്കെ കൊണ്ടാ വന്നത്. അപ്പൊ ആ ഒരു മനുഷ്യരുടെ മുമ്പിൽ മാനമായിട്ടുള്ള വലിയ കാര്യങ്ങൾ, പണം, അതുപോലെ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, കൺമോഹം. പിന്നെ ജഡമോഹം. ജഡമോഹത്തിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? ലൈംഗിക സുഖം. അത് സ്നേഹത്തിൽ പ്രേരിതമായിട്ട് വിവാഹ ജീവിതത്തിലുള്ളത് ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ, എന്നാൽ സ്നേഹത്തിലല്ലാതെയുള്ള വിവാഹ ജീവിതത്തിലുള്ളതാണെങ്കിൽ ജീവിതത്തിന് പുറത്ത് ഉള്ള ജഡികമായിട്ടുള്ള ആ ഒരു ലൈംഗിക സുഖമാവട്ടെ, പിന്നെന്താ, ഉറക്കവും ഭക്ഷണവും ഒക്കെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ദൈവം വെച്ചിരിക്കുന്ന വൃത്തത്തിൽ നിന്ന് അത് കവിഞ്ഞ അമിത ഭക്ഷണമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു അലസതയോടുള്ള ഒരു ഉറക്കമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ ജഡമോഹം, അതിലാണ് നമ്മുടെ സന്തോഷം. എങ്കിൽ നമ്മൾ നമ്മൾ പ്രാകാരത്തിലെ സന്തോഷമേ നമുക്കുള്ളൂ. പിന്നെ കൺമോഹം, ജഡമോഹം, ജീവനത്തിലെ പ്രതാപം. എല്ലാവരും, ഞാൻ വേൾഡ് വൈഡ് ഫേമസ് ആയി, എന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ വലിയ സെലിബ്രിറ്റി ആയി, എനിക്ക് പെട്ടെന്ന് വൈറലായി, വീഡിയോ വൈറലായി, എല്ലാവരും സെലിബ്രിറ്റി ആയി. പെട്ടെന്ന് ഇന്ന് ആൾക്കാർ സെലിബ്രിറ്റി ആവുന്നത്, ചില എല്ലായിടത്തും അറിയപ്പെടുന്നു. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെയാണ് എല്ലാവരും നമ്മളെ അറിയുന്നു, എല്ലാവരും പുകഴ്ത്തി പറയുന്നു. അത് ലോകത്തിലുള്ള ആൾക്കാരെല്ലാം നമ്മൾ പുകഴ്ത്തി പറയുന്നതിനുള്ള സന്തോഷം, അതാണ് പ്രാകാരത്തിലെ സന്തോഷം. അപ്പൊ നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടുള്ളൂ. പിന്നെ കുറച്ചുകൂടി നമ്മളൊന്ന് ഗ്രാജുവേഷൻ ഒക്കെ കഴിച്ച് കുറച്ചുകൂടി ഒന്ന് വിശുദ്ധ സ്ഥലത്തിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. വിശുദ്ധ സ്ഥലത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി റിഫൈൻഡ് ആയിരിക്കും നമ്മൾ. പിന്നെ ലോകക്കാരെന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അധികം ബോധം ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ആത്മീയ ഗോളത്തിൽ, ക്രിസ്തീയ ഗോളത്തിൽ അവരെല്ലാം എന്നെ വലിയ ദൈവദാസനായിട്ട്, കർത്താവിന്റെ വിലയേറിയ ദാസനായിട്ട് എന്നെ കരുതുന്നു. അല്ലെങ്കിൽ എന്റെ മിനിസ്ട്രി, എന്റെ ശുശ്രൂഷ, എന്റെ ബൈബിൾ നോളജ്, എന്റെ ബൈബിൾ പരിജ്ഞാനം, എന്റെ ക്രിസ്തീയ പാരമ്പര്യം, യുനോ അത് ആത്മീയ ഗോളം, അല്ലെങ്കിൽ ആത്മീയ ഗോളം എന്ന് പറഞ്ഞതിനെക്കാട്ട് കൂടുതൽ മതപരമായ ഗോളത്തിൽ ഉള്ള നമ്മളുടെ ഒരു പേരും പ്രശസ്തിയും ആൾക്കാർ നമ്മളെ കുറിച്ച് മതിപ്പുളവാക്കുന്ന രീതിയിൽ പറയുന്നു. അപ്പൊ ആ മതപരമായ ക്രിസ്തീയ എന്നുള്ള ആ മതപരമായിട്ടുള്ള ഒരു ഗോളത്തിലുള്ള നമ്മളുടെ ഒരു അംഗീകാരം, ഇപ്പൊ സഭയിലുള്ള സഹോദരങ്ങളുടെ അംഗീകാരം, അല്ലെങ്കിൽ ഏറ്റവും മൂത്ത എൽഡേഴ്സിന്റെ അംഗീകാരം, ഇങ്ങനെയുള്ളതൊക്കെ അതും വിശുദ്ധ സ്ഥലത്തിലെ സന്തോഷമാണ്. മറ്റേതിന്റെ അത്രയും മോശമായിട്ട് നമുക്ക് തോന്നാം, എങ്കിലും യഥാർത്ഥ പരിച്ഛേദനയിലോട്ട് വന്നില്ല. അതും കഴിഞ്ഞിട്ട് ജഡമാകുന്ന തിരശ്ശീല. ഈ ജഡത്തിലാണ് ഈ രണ്ട് സന്തോഷങ്ങളെല്ലാം ഉള്ളത്, ഈ പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലുള്ള. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലത്ത് ആരേ ഉള്ളൂ? ഞാനും എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഞാനും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കർത്താവ് ഞാനും മാത്രം. അവിടെ എന്റെയുള്ള മ്യാഹിൽ പ്രശംസിച്ചിടുന്നു. നമ്മുടെ ആ സങ്കീർത്തനം 34:2 നമ്മൾ വായിച്ചതുപോലെ, കർത്താവേ അങ്ങനെയാണ് എന്റെ സന്തോഷം. അവിടുന്ന് അങ്ങ് എന്ത് പറയുന്നു? ബാക്കിയുള്ളവരെല്ലാം എന്തും പറഞ്ഞോട്ടെ, ഡു നോട്ട് ബി സ്ലേവ്സ് ഓഫ് മെൻ. അതാ നമ്മള് എവിടെ 1 കൊരിന്ത്യർ 7:23 നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടോ? 1 കൊരിന്ത്യർ 7-ാം 23 വാക്യത്തിൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എന്ത് വിലയാണ്? ഇപ്പൊ നമ്മള് 1 പത്രോസ് 1:18-19 വിലയേറിയ രക്തം കൊണ്ട് വാങ്ങിയെന്ന് വായിച്ചു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. ഡു നോട്ട് ബി സ്ലേവ്സ് ഓഫ് മെൻ. അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയുന്നു എന്നുള്ള ആ ഒരു മനുഷ്യന്റെ അഭിപ്രായം. അയ്യോ, അവര് ഇന്ന് പലർക്കും ആൻസൈറ്റി, പലർക്കും ഉള്ള ആ ഒരു ആകുല ചിന്തകളുടെ കാരണം എന്താ? നമുക്ക് എല്ലാവരുടെയും മുമ്പാകെ നമുക്ക് ഉള്ളതിനെക്കാട്ടില് എനിക്ക് എന്തോ അറിവുണ്ടെന്ന് ഭാവിക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് വരുന്നത്. ഇപ്പൊ നമ്മള് പലയിടത്ത് ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകും, നമുക്ക് ഇല്ലാത്ത അറിവുണ്ടെന്ന് ഭാവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പൊ എനിക്ക് ഇത്രയും അറിയും എന്ന്, അല്ലെങ്കിൽ നമ്മള് വലിയൊരു ഭൗതികമായിട്ടുള്ള മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രസംഗം നടത്തണം, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ നടത്തണം, ഒരു ടെൻഷൻ എന്താ? അല്ലെങ്കിൽ ഈ പുൾപിറ്റിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ടെൻഷന്റെ കാരണം എന്താ? നമുക്ക് മനുഷ്യമാന, അയ്യോ എനിക്ക് ഉള്ളതിനെക്കാട്ടി കൂടുതലുണ്ടെന്ന്
ഒന്ന് ഭാവിക്കണമെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. പക്ഷെ എനിക്ക് ഇത്രയും അറിയത്തുള്ളൂ, ചിലപ്പോൾ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ കാണും, ചിലപ്പം ചിലർ അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക, എനിക്ക് അറിയത്തില്ലെന്ന് പറയാം, എനിക്ക് ഇത്രയും ഞാൻ ഉള്ള എന്നുള്ളത് ഐ ആം വോട്ട് ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ കർത്താവിന് കൃപയാലായിരിക്കുന്നു എന്താകുന്ന ഓരോ ഞാൻ കർത്താവിന് കൃപയാലാകുന്നു എന്ന് 1 കൊരിന്ത്യർ 9:15 പൗലോസ് പറയുന്നത് പോലെ ഐ ആം ഹു ഐ ആം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ് കർത്താവ് ഇങ്ങനെ എന്താ കൃപയാൽ എന്താക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ഉള്ളൂ ഞാൻ എന്നുള്ള ആ ഒരു നമ്മളുടെ സോബർ എസ്റ്റിമേറ്റ്, നമ്മളെ കുറിച്ച് അതിനുള്ള ഒരു വലിപ്പം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വീരാതെ എന്നൊക്കെ റോമർ 12:3 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു സോബർ എസ്റ്റിമേറ്റ് വരുമ്പോൾ ഇത്രയുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവരെ പ്രസാദിപ്പിക്കണം, അവരുടെ മുമ്പാകെ കൂടുതൽ ഇംപ്രഷൻ ഉണ്ടാക്കണം, മതിപ്പുളവാക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. ഇപ്പൊ നമ്മള് മനുഷ്യരുടെ ദാസരാകാതെ നമ്മുടെ പ്രാകാരത്തിലുള്ള ലോകക്കാരെ പോലുള്ള സന്തോഷം വേണ്ട, പിന്നെന്താ വിശുദ്ധ സ്ഥലത്തിലുള്ള ആത്മീയ ലോകം, ആത്മീയ എന്ന് പറയുമ്പോൾ ഇൻവേർട്ടഡ് കോമ മതപരമായ ക്രിസ്തീയ ലോകത്തിലുള്ള ഒരു സന്തോഷമുണ്ട്. ഇത്ര എല്ലാവരും വിലമതിക്കുന്ന പിന്നെ കൺവെൻഷൻ പ്രസംഗികനായിട്ടുള്ള കർത്താവിന്റെ വിലയേറിയ ദാസനായിട്ടുള്ള സഹോദരനാകാനൊക്കെയുള്ള അത് ഈ വിലയേറിയ നമ്മൾ കുറച്ച് ഇങ്ങനെ ഗദ്ഗതമൊക്കെ വരും. അവരുടെ ആത്മാവെന്ന് പറയുമ്പോൾ അങ്ങനെ, നമുക്കൊന്നും പരിശുദ്ധം എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വരത്തില്ല. എന്നാൽ ഇതുപോലെയൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ആൾക്കാർക്ക് ആത്മാവ് പറഞ്ഞ് പിതാവേ കൃപ എന്നൊക്കെ പറഞ്ഞുള്ള കുറേയിലും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഗോളത്തില് ഒക്കെയുള്ള ഒരു പേരും പ്രശസ്തി അങ്ങനെയൊക്കെയുള്ള മതപരമായ അത് പിന്നെ ചിലപ്പോൾ നമ്മുടെ CFC സർക്കിൾസിൽ തന്നെ നമുക്ക് ഉള്ള ഒരു അംഗീകാരം, അല്ലെങ്കിൽ നമുക്കൊരു വേല പേര്, ഇത് നമ്മുടെ സഭയിൽ തന്നെ ഉള്ള ഒരു മറ്റുള്ള മനുഷ്യരുടെ പേരും കാര്യങ്ങളും ഒക്കെ നമ്മൾ തേടുന്നവരാണെങ്കിൽ അത് ഈ വിശുദ്ധ സ്ഥലത്തിൽ സന്തോഷമാകുന്നുള്ളൂ. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിലുള്ള സന്തോഷം, കർത്താവ് ഇതിൽ സന്തോഷിക്കുന്നുണ്ടോ? അതാ കർത്താവ് ഇക്കാര്യത്തിൽ എന്നിൽ ദുഃഖിച്ചിരിക്കുവാണോ, അതോ എന്നിൽ സന്തോഷിക്കുന്നുണ്ടോ? കർത്താവിൽ എന്റെ സന്തോഷം, അവിടെ എന്റെ യഥാർത്ഥത്തിൽ ആരാധന, യേശുവിനെ നോക്കി ആരാധന, അങ്ങേക്ക് ആരാധന, എന്നെ യേശുവേ അങ്ങേക്ക് ആരാധന, ഞങ്ങളുടെ യേശുവേ എന്നല്ല പറയുന്നത്, എന്നെ യേശുവേ എന്ന് വെച്ചാൽ ഞാൻ എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ അവിടെ ആരാധിക്കുമ്പോൾ. എന്നെ യേശുവേ നമുക്ക് സ്വരൂപിച്ച് ആരാധിക്കേണ്ട, എന്നെ യേശുവേ അങ്ങേക്ക് ആരാധന, അങ്ങ് മാത്രം അങ്ങേ പോലെ വേറെ ആരുമില്ല എന്ന് പറയുന്നൊരു കാര്യം, അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പരിച്ഛേദന. ആ ഒരു ജഡവും വിട്ട് ശരീരം ചിന്തപ്പെട്ട ആത്മാവിന്റെ തലത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിറവിലുള്ള കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ സന്തോഷിക്കുകയും ജഡത്തിന് ആശ്രയം വെക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. നായ്ക്കളെയൊക്കെ സൂക്ഷിക്കണമെന്ന് അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. നായ്ക്കൾ എന്ന് പറഞ്ഞാല് സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞു ചെല്ലുന്നവരെന്നാ പറയുന്നത്. ഞാൻ ആ കാര്യം പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഞാൻ ആ റെഫറൻസ് അങ്ങ് പറയാം, സമയം കുറവായതുകൊണ്ട്. 2 പത്രോസ് 2:22 നായ്ക്കള് സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞു പോകുന്നവരെ നായ്ക്കള്. അപ്പൊ ഈ നായ്ക്കളെ കുറിച്ച് 1-2 തവണ അല്ല, പലതവണ വചനത്തിൽ പറയുന്നുണ്ട്. അത് ഒരുപാട് പുസ്തകത്തിൽ വരെ ഈ നായ്ക്കളെ കുറിച്ച് പറയുന്നുണ്ട്. നായ്ക്കളൊക്കെ പുറത്തായിരിക്കുന്ന അവസാനം പറയുന്നുണ്ട്. അപ്പം അവിടെ മനുഷ്യരെ തന്നെ ഉദ്ദേശിക്കുന്നത്. ബിഗർ ഓഫ് ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഈ ഗേറ്റിന്റെ പുറത്തുള്ള പട്ടികളുടെ കുറിച്ച് സൂക്ഷിക്കുക എന്നുള്ള, അത് ഇവിടെ മനുഷ്യരെ തന്നെ. അപ്പൊ മനുഷ്യര് അവരുടെ പഴയ പാപങ്ങളിലേക്ക് വീണ്ടും ചെന്ന്, അവര് ഉപേക്ഷിച്ചു പോയ കാര്യങ്ങളിലേക്ക് വീണ്ടും ചെന്ന്, പിന്നെ അതിനെ പുൽകിപ്പുണരുമ്പോ ഒരു മനസ്താപം ഇല്ലാതെ ഏതെങ്കിലും ഒരു പാപത്തിലേക്ക് വീണുപോയി പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് വരുന്ന ഒരു കാര്യമല്ല, മറിച്ച് പഴയത് അവര് ഛർദ്ദിച്ച് കളഞ്ഞ കാര്യങ്ങളിലേക്ക് വീണ്ടും പോകുന്നത്. 2 പത്രോസ് 2:22 അത് ശരിക്കും പറഞ്ഞാൽ സദൃശ്യമാക്കി 26:11 എന്നുള്ളൊരു കൊട്ടേഷനാണ്. അതാ നായ്ക്കൾ എന്ന് പറയുന്നത്. ആ നായ്ക്കള് നമ്മുടെ പുസ്തകത്തിൽ, നമ്മുടെ ബൈബിളിന്റെ അവസാനത്തെ താള്, വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ അവസാനത്തെ പേജിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ, അതിനുശേഷം ചില മാപ്പുകളൊക്കെ നമ്മുടെ ബൈബിളിൽ കാണുമായിരിക്കും. ബൈബിളിന്റെ വചനത്തിന്റെ അവസാനത്തെ പേജ് എവിടാ? 22-ാം അധ്യായം 15-ാമത്തെ വാക്യത്തില് എന്താ അവിടെ പറയുന്നേ? നായ്ക്കളും ആരൊക്കെയാ ഇങ്ങനെ പുറത്തുള്ള? നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. ഇന്ന് ഡോഗ് ലവേഴ്സ്, നായ്ക്കളെ സ്നേഹിക്കുന്ന ആൾക്കാർ ചിലപ്പം മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് അറിയത്തില്ല. അനേക കാര്യമൊക്കെ ചെയ്യുന്ന ദൈവത്തിന്റെ വചനം അതാ പറയുന്നത്. നായ്ക്കളും എന്നുള്ള ഒരു അതിലേക്ക്, ആ പഴയ കാര്യങ്ങളിലേക്ക്, ഛർദ്ദിച്ച് കളഞ്ഞ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു കാര്യം. കർത്താവിന് നായ്ക്കൾക്കും പന്നികൾക്കും വിശുദ്ധമായത് കൊടുക്കരുതെന്ന് എവിടെ? മത്തായി 7-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം നമുക്കറിയാം. നമ്മള് അങ്ങനെയുള്ള നായ്ക്കളെ സൂക്ഷിക്കണം. പിന്നെ ആ വാക്യം കൂടെ ഞാനങ്ങ് വായിച്ച് നിർത്തിക്കോട്ടെ. ഫിലിപ്പിയർ നമ്മുടെ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നായ്ക്കളെ സൂക്ഷിക്കുകയും ആ പഴയ കാര്യങ്ങളിലേക്ക് വീണ്ടും, അന്ന് അവർ പരിശോധനയൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്ന ആൾക്കാരെ, യഹൂദ മതത്തിൽ നിന്ന് വന്ന വിശ്വാസികൾ, പിന്നെ ആ പഴയതിലോട്ട് പോകുന്നവരെ സൂക്ഷിക്കണം. ആകാത്ത വേലക്കാർ, ഈവിൾ വർക്കേഴ്സ്, അവര് യഥാർത്ഥ ദൈവമുമ്പാകെ തെളിവായിട്ടുള്ള വേലക്കാരല്ല.
മനുഷ്യമാനത്തിനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ സൂക്ഷിക്കണം, വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ അതൊരു ഫോൺ സർക്കംസിഷൻ എന്നുവെച്ചാല് അക്ഷരികമായിട്ടുള്ള പരിച്ഛേദനയുണ്ട്, എന്ന ആത്മാവിലുള്ള പരിച്ഛേദനയില്ല. പഴയ നിയമത്തിൽ തന്നെ ഉൽപ്പത്തി 17 അധ്യായത്തിലാണ് എബ്രാഹിമിനോട് ഈ പരിച്ഛേദനയുള്ള ഉടമ്പടി കൊടുക്കുന്നത്. അപ്പം തന്നെ എബ്രാഹിമിന്റെ കുടുംബത്തിൽപ്പെട്ടവർ മാത്രമല്ല, ആരെങ്കിലും ദാസന്മാരെയൊക്കെ വിലയ്ക്ക് വാങ്ങുന്നവരെല്ലാം പരിച്ഛേദന ചെയ്യണം എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട്, ഈവൻ മോശയുടെ സമയത്ത് മോശയുടെ മക്കളെ പരിച്ഛേദന ചെയ്യുവാൻ മോശയ്ക്ക് സമ്മതമായിരുന്നു, പക്ഷെ മോശയുടെ ഭാര്യ സമ്മതിച്ചില്ല. അവസാനം ദൈവം മോശയുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് പുറപ്പാട് 4:24 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം മോശയെ കൊല്ലുവാൻ ഭാവിച്ചു. ആദ്യം ഞാൻ വായിക്കുന്നത് ദൈവം മോശയെ കൊല്ലാൻ ഭാവിച്ചു. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ബൈബിളെ വിമർശിക്കുന്നവരൊക്കെ ഈ വാക്യമൊക്കെ എടുത്തിട്ട് ദൈവം ഒരാളെ കൊല്ലാൻ നോക്കും, ഇങ്ങനെയുള്ള ദൈവം അതേ. പക്ഷെ ശരിക്കും അവിടെ നമ്മുടെ സാങ്ക്ലിയറിന് ആ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ പെട്ടെന്ന് കാര്യങ്ങൾ കത്തുന്നത് എന്ന് വെച്ചാൽ ദൈവം കൊല്ലാൻ ഭാവിച്ചെന്ന് വെച്ചാൽ ആ ഒരു പുള്ളിക്കാരനെ അപ്പൊ അവിടെ ഒരുപക്ഷെ മോശ പെട്ടെന്ന് ഗ്യാസ്പിംഗ് ഫോർ ബ്രത്ത്, അതുപോലെ ശ്വാസത്തിനായിട്ട്, അതുപോലെ ഒരു മരണാസനായിട്ടുള്ള ഒരു നിലയിലേക്ക് പെട്ടെന്ന് ദൈവം കൊണ്ടെത്തിച്ചു. അപ്പൊ സിപ്പോറ ഇത് കാണുന്നു. സിപ്പോറയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിച്ചതെന്ന് വെച്ചാൽ ഇത്രയും നാളും സിപ്പോറ എന്ന് പറഞ്ഞാൽ മോശയുടെ വൈഫിന്റെ പേര്. സിപ്പോറയായിട്ടുള്ള വഴക്ക് എന്താന്ന് പറഞ്ഞാല് മക്കളെ പരിച്ഛേദന ചെയ്യാൻ സിപ്പോറ സമ്മതിക്കത്തില്ലായിരുന്നു. രക്തം ചിന്തുന്നതൊക്കെ എന്തോത്തിന് രക്തമൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് പുറപ്പാട് 4:24 നമ്മൾ വായിച്ചിട്ട് അപ്പോഴത്തേക്കും സിപ്പോറ പെട്ടെന്ന് നിന്ന് ആൺമക്കളെ പരിച്ഛേദന ചെയ്യുന്നതും, അത് കഴിഞ്ഞിട്ട് എന്താ വിളിക്കുന്നത് 25-ാമത്തെ വാക്യം, പുറപ്പാട് 4:25 അപ്പോൾ സിപ്പോര ഒരു കൽക്കത്തി എടുത്ത് തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ച് അവന്റെ കാൽക്കൽ, അത് മോശയുടെ കാൽക്കൽ ഇട്ട്, നീ എനിക്ക് രക്തമണവാളൻ തന്നെ, രക്തമണവാളൻ, ബ്രൈഡ് ഗ്രൂം ഓഫ് ബ്ലഡ്. എന്താ രക്തമണവാളൻ എന്ന് പറയാൻ കാരണം 26-ാമത്തെ വാക്യം, ഇങ്ങനെ അവനെ വിട്ടൊഴിഞ്ഞു, ആ സമയത്താകുന്നു അവൻ പരിച്ഛേദന വിട്ടൊഴിഞ്ഞു, ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. പരിച്ഛേദനയിൽ രക്തം ചിന്തലുണ്ട്. അതാ നമ്മൾ പറഞ്ഞു ഇന്നത് ആത്മാവിന്റെ പരിച്ഛേദനയാണെന്നുള്ള കാര്യം. ഈവൻ പഴയ നിയമത്തിലും അങ്ങനെയുള്ള കൽപ്പനകളാണ്. ഹൃദയത്തിന്റെ പരിച്ഛേദനയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 30-ാമത്തെ വാക്യത്തിലേക്ക് പെട്ടെന്ന് വരുവാണെങ്കിൽ അവിടെ എന്താ 36 നീ ജീവിച്ചിരിക്കേണ്ടതിന്, നമുക്ക് ആത്മീയമായ ജീവൻ ഉണ്ടാകേണ്ടതിന് 36 ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 36 നിന്റെ ദൈവമായ യഹോവയെ നീ ജീവിച്ചിരിക്കേണ്ടത് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ആ ഒരു ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് ദൈവം ആഗ്രഹിച്ചതെന്നുള്ള കാര്യം അവിടെയും ദൈവം പഴയ നിയമത്തിൽ വരെയും കഥ പറയുന്നുണ്ട്. ഇവന് രമ്യ 4:4 നോക്കിയാലും നിങ്ങളുടെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്യുമെന്ന് പറയുന്ന ഒരു വാക്യം നമ്മളവിടെ കാണുന്നുണ്ട്. ഈവൻ യോശുവയുടെ പുസ്തകത്തില് അതും കൂടെ വായിച്ച് ഞാൻ നിർത്താൻ, ഒടുവിൽ സഹോദരന്മാരെ എന്ന് ഫിലിപ്പർ 3:1-4-8 2 തവണ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ഒടുവിൽ സഹോദരന്മാരെ യോശുവ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. യോശുവ 5-ാം അധ്യായത്തില് എന്താ അവിടെ ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ റിപ്രോച്ച്, നിങ്ങളുടെ നിന്ന മാറിപ്പോയി. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളൊരു കാര്യം ആ സ്ഥലത്തിന് ദൈവം അവരുടെ അന്നുള്ള ഇസ്രായേൽ മക്കളെ പുതിയ തലമുറയെ പരിച്ഛേദന ചെയ്യുന്ന ആ സമയത്ത് ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരിടാനാ പറയുന്നത്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ആ നിന്ന് മാറിപ്പോകുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തപ്പോഴത് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല് അന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന യഹൂദന്മാരെല്ലാം പരിച്ഛേദന ഓൾറെഡി ഏറ്റവരായിരുന്നു. എന്നാൽ അവരെല്ലാം മരുഭൂമിയിൽ മരിച്ചുപോയി. 4-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ഈ എന്താ പറയുന്നത് മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരും, 5-ാമത്തെ വാക്യം യോശുവ 5:5 വായിക്കുന്നത്, മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരാരും പരിശോധന ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെ അവിടെ തീ കല്ലുകൊണ്ടെന്ന 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഫ്ലിന്റ് നൈവ്സ്, അത് ദൈവവചനത്തിന്റെ അത്തി പരിശുദ്ധാത്മാവിന്റെ ഒരു ചിത്രമാണെങ്കിൽ നൈവ്സ് അത് കത്തി, അത് ദൈവവചനം പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വാള്, അഗ്നിയുടെ ജ്വാലയുമായി വാളും കൊണ്ട് നിർത്തിയെന്നൊക്കെ കെരൂബിനെ നിർത്തിയതായിട്ടൊക്കെ നമ്മള് ഉൽപ്പത്തി 3:24 വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള അഭിഷേകമുള്ള ദൈവവചനത്തിന് നമ്മൾ കീഴടങ്ങി, നമ്മൾ കർത്താവിന്റെ ഹിതത്തിനായിട്ട് കീഴടങ്ങി കൊടുക്കുമ്പോഴാണ് ഇന്ന് ആത്മീയ പരിശോധന നടക്കുന്നത്. അപ്പോഴാണ് നമ്മളുടെ നിന്ന മാറിപ്പോകാനും ലോകപരം കർത്താവിന്റെ നിന്ന് നമ്മൾ ചുമന്നുകൊണ്ട് കർത്താവിനെ പാടത്തിന് പുറത്ത് അനുഗമിക്കണം. എബ്രായർ 13:13 എന്ന ഇന്ന് ലോകപ്രകാരമുള്ള ചില നിന്ന നമ്മുടെ ചിലപ്പോൾ ജോലി സ്ഥലത്ത്,
അല്ലെങ്കിൽ നമ്മളുടേതായ ചില കുറവുകൾ കൊണ്ടുള്ള ചില ലോകക്കാരുമ്പായിട്ട് നമുക്ക് വന്ന ചില അപമാനങ്ങൾ, അതൊക്കെ മാറുന്ന ഒരു ഗിൽഗാൽ വരുന്ന എപ്പോഴാ? ഈ പരിച്ഛേദനയില്ല, ഹൃദയ പരിച്ഛേദനയില്ല. നമുക്കിന്ന് ഹൃദയം അധികമായിട്ട് പരിച്ഛേദന ഏൽക്കുവാനായിട്ട് കർത്താവേ അവിടുത്തെ ആ വചനമാകുന്ന കത്തി എന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിക്കുന്നു. ഹൃദയത്തിൽ പരിശോധന എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിന്റെ കവറിങ് ആയിട്ടുള്ള പെരിക്കാർഡിയം ഉണ്ടെന്ന് നമ്മൾ മെഡിക്കൽ സയൻസിൽ പഠിക്കുന്നതിൽ ഈ പെരിക്കാർഡിയമാണ് ഹൃദയത്തിന്റെ കവചമാണ് ആ ജഡമാകുന്ന തിരശ്ശീലയിൽ കുറിക്കുന്ന ഒരു കാര്യം. അവിടെയാണ് ഒരു പരിച്ഛേദന ഏൽക്കാനായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ആ കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റി മാംസമായ ഹൃദയം നൽകുമെന്ന് പറയുമ്പോൾ എന്താ, ഈ കല്ലുപോലുള്ള ഹൃദയം വീണ്ടും നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ദൈവം നമുക്കൊരു പുതിയ മനുഷ്യാത്മാവിനെ തരുന്നു എന്ന ആ അതിനെ മൂടുന്ന ആ ജഡം വീണ്ടും പല അവസരങ്ങളിൽ കല്ലിച്ചു പോകും. നമ്മുടെ ഹൃദയ കാഠിന്യം എന്നൊക്കെ പറയുന്ന ആ ഒരു ഹൃദയം കല്ലിച്ചു പോകുന്ന അവസ്ഥ വരുമ്പോൾ വീണ്ടും കർത്താവെ ആ ജഡത്തെ ഒന്ന് ചീന്തിക്കളഞ്ഞ് പിന്നെ കൂടുതൽ കർത്താവെ ഹൃദയ പരിശോധനയുള്ളവനായിട്ട് പുറമേ ഉള്ളതെല്ലാം യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന, അകമേ ഉള്ളത് ആ പരിച്ഛേദന എന്നുള്ള വാക്യം കൂടി നമ്മൾ റോമർ 2 അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. റോമർ 2:28-29 പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന, അവരെ മനുഷ്യനാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അങ്ങനെ ഹൃദയ പരിച്ഛേദനയുള്ളവർക്കാണ് ദൈവത്തിൽ നിന്നുള്ളൊരു പുകഴ്ച ലഭിക്കുന്നത്. റോമർ 2:28-29 ഹിസ് പ്രൈസ് ഇസ് നോട്ട് ഫ്രം മെൻ ബട്ട് ഫ്രം ഗോഡ്. ഇന്ന് മനുഷ്യരിൽ നിന്ന് പ്രശംസ ലഭിക്കാനാണോ അതോ കർത്താവിൽ നിന്ന് പ്രശംസ ലഭിക്കാനാണോ? കർത്താവേ എന്റെ ഹൃദയത്തിൽ പരിച്ഛേദന ഏൽക്കുവാനായിട്ട് എന്നെ സഹായിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമുക്ക് ദൈവത്തിന്റെ വചനത്തിനായിട്ട് ഈട് ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ ജീവിതത്തിലെ പല പ്രലോഭനങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവിടെ നമ്മുടെ ജഡത്തിൽ ആശ്രയിക്കാതെ കർത്താവിൽ മാത്രം ആശ്രയിക്കുകയും കർത്താവിൽ സന്തോഷിക്കുകയും കർത്താവിൽ തന്നെ ആരാധിക്കുകയും ചെയ്യുന്ന ആത്മനിറവിൽ ആയിരിക്കാനായിട്ട് ദൈവം നമ്മളെ അധികമായിട്ട് സഹായിക്കും. ഇതെല്ലാം ഒരു ആത്മാവിന്റെ വെളിപ്പാടായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ. കർത്താവിൽ ചാരി കർത്താവിന്റെ ബസ്വരം കേട്ട് നമ്മൾ കേട്ടതുപോലെ ഗലാത്യർ 5:6 പറയുന്നുണ്ട്, പരിശോധനയല്ല അഗ്രചരണവുമല്ല സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസവും നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിനെ ആശ്രയിച്ചുള്ള ആ ഒരു ജീവിതം, സ്നേഹത്താൽ വ്യാപരിക്കുന്ന ഒരു വിശ്വാസവും സ്നേഹവും വിശുദ്ധാത്മന്റെ ഫലങ്ങളാണ്. വിശുദ്ധാത്മന്റെ ഫലത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്നേഹവും വിശ്വസ്തത വിശ്വാസം വായിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവില് കർത്താവ് തന്നെ നമ്മളിലെ തരുന്ന ആ ഒരു വിശ്വാസം, ഓരോ കാര്യത്തിലും കർത്താവുള്ള ഒരു ആശ്രയം, അത് സ്നേഹത്തിന്റെ ശക്തിയാല് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ 777 ഊടുണ്ട് പ്രിയനും ചാരവേ ചാരിടും ഞാൻ ആ മാർവതിൽ കേൾക്കുന്ന നാഥൻ ഇമ്പസ്വരം മുമ്പോട്ട് പോയിടാം. കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമ്മള് താഴോട്ട് വായിക്കുന്നുണ്ട്. ആത്മാവിനാലെ ആകുല ചിന്തകൾ വേണ്ടിനി ആശ്വാസകാലം അതുണ്ടല്ലോ, ആത്മാവിനാലെ നടന്നിടാം ക്രിസ്തു വിശ്വാസിയും. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ എന്റെ സ്വന്തം ജഡത്തില് എന്നെ തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പേർ പറഞ്ഞതുപോലെ ഞാൻ എന്നെ തന്നെ നായ്ക്കളെ സൂക്ഷിക്കണം പറയുമ്പോൾ ഈ നായുമാകാത്ത വിലക്കാരനും ആ വിച്ഛേദനയൊക്കെ നമ്മുടെ ജഡത്തിൽ തന്നെ ഉണ്ട്. നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ ഹാവ് ടു ബി ബിയർ ഓഫ് മൈസെൽഫ്. കർത്താവേ ഞാന് സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആ യേശുവിനെ പോലെ പറയുന്ന പോലെ ഇതിനോട് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഞാനൊന്നും തുടക്കം കുറിക്കുന്നില്ല, ഞാനായിട്ടൊന്നും തുടക്കം കുറിക്കുന്നില്ല. കർത്താവ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. കർത്താവ് വിശുദ്ധാത്മാവ് തരുന്ന ആ ഒരു തള്ളല്, ആ ഒരു പ്രേരണ, ആ സ്വാതന്ത്ര്യം, അതിനനുസരിച്ച് മാത്രം മുമ്പോട്ട് നീങ്ങുവാനും ഞാനായിട്ടൊന്നും ചെയ്യാതെ വിശുദ്ധാത്മാവിന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തോടെ ആത്മാവിന്റെ ചിന്ത അത് ജീവന സമാധാനമാണ്. ആ വിശുദ്ധാത്മാവിലെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കർത്താവിനെ സന്തോഷിച്ചുകൊണ്ട് വേറെ പ്രാകാരത്തെയോ വിശുദ്ധ സ്ഥലത്തെയോ ലോകപ്രകാരമുള്ള സന്തോഷവും അല്ലെങ്കിൽ ക്രിസ്തീയ ലോകപ്രകാരമുള്ള ഒരു സന്തോഷവും അല്ല, മറിച്ച് യേശുവിനുള്ള ഒരു സന്തോഷം, യേശുവിൽ സന്തോഷിക്കുന്ന ആ ഒരു സന്തോഷത്തോടെ കർത്താവിൽ ചാരിക്കൊണ്ട് ചാരുതയുള്ള കർത്താവിനെ നോക്കി നമുക്ക് പാടാം. കേൾക്കുന്നു നാഥനിൻ മുൻപോട്ട് പോയിടാം.
കൂടുണ്ട് പ്രിയനൻ ചാരവേ, ചാരിടും ഞാൻ ആ മാർഗത്തിൽ. കേൾക്കുന്നു നാഥനിൻ സ്വരം, മുൻപോട്ടു പോയിടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. കാക്കയാൽ ആഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും. വിശ്വസ്തരിന്നെ വിളിച്ചതാ, നടത്തുമന്ത്യം വരെ. ഏകനായി തീർന്നിടും നേരത്തിൽ, ശോധനയേറിടും വേളയിൽ, എല്ലാത്തിലും നിരാശകൾ എൻ പ്രിയൻ കൂടുള്ളതാ. കാക്കയാൽ ആഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും. വിശ്വസ്തരിന്നെ വിളിച്ചതാ, നടത്തുമന്ത്യം വരെ. ഏകനായി തീർന്നിടും നേരത്തിൽ, ശോധനയേറിടും വേളയിൽ, എല്ലാത്തിലും നിരാശകൾ എൻ പ്രിയൻ കൂടുള്ളതാ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പാടും ഞാൻ ആയുസ്സിൻ നാളെല്ലാം, വീണ്ടെടുത്ത എൻ പ്രിയനേ. സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം, ആനന്ദ സന്തോഷത്തെ. ആകുല ചിന്തകൾ വേണ്ടിനി, ആശ്വാസകാലമതുണ്ടല്ലോ. ആത്മാവിനാലെ നടന്നിടാം ക്രിസ്തു വിശ്വാസിയേ. പാടും ഞാൻ ആയുസ്സിൻ നാളെല്ലാം, വീണ്ടെടുത്ത എൻ പ്രിയനേ. സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം, ആനന്ദ സന്തോഷത്തെ. ആകുല ചിന്തകൾ വേണ്ടിനി, ആശ്വാസകാലമതുണ്ടല്ലോ. ആത്മാവിനാലെ നടന്നിടാം ക്രിസ്തു വിശ്വാസിയേ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. യേശുദാൻ എന്നോട് സമ്പത്തും, വാഗ്ദത്തമാം നിക്ഷേപവും, ഭാഗ്യമേറും പ്രത്യാശയും, തേജസമ്പൂർണ്ണതയും. കാണുന്നു ഞാൻ വൻ സൈന്യത്തെ, ശോഭന പൂർണ്ണരാം സംഘത്തെ, വിശുദ്ധന്മാരുടെ കൂട്ടത്തെ, നിത്യസന്തോഷത്താൽ. യേശുദാൻ എന്നോട് സമ്പത്തും, വാഗ്ദത്തമാം നിക്ഷേപവും, ഭാഗ്യമേറും പ്രത്യാശയും, തേജസമ്പൂർണ്ണതയും.
കാണുന്നു ഞാൻ വൻ സൈന്യത്തെ, ശോഭന പൂർണ്ണരാം സംഘത്തെ, വിശുദ്ധന്മാരുടെ കൂട്ടത്തെ, നിത്യ സന്തോഷത്തിൽ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. അതെ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. ശാരീരികമുള്ള കർത്താവിന്റെ ശാരി ആത്മാവിനെ നടക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പുസ്തകം കേൾപ്പാൻ ഹൃദയപരിച്ഛേദനയുള്ളവരായിട്ട് ഞങ്ങളെയും ഓരോരുത്തരെയും തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിങ്ങളുടെ ദൈവമായ യഹോവയെ സേവിക്കേണ്ടതിനായിട്ട്, സ്നേഹിക്കേണ്ടതിനായിട്ട്, സേവിക്കേണ്ടതിനായിട്ട് നിങ്ങൾ ഹൃദയപരിച്ഛേദന ഏൽക്കുമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. അതെ കർത്താവേ, ഈ ജഡമാകുന്ന ആഗ്രചർമ്മം പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള ദൈവജനാകുന്ന വാളിനകം കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കാതെ കർത്താവേ, നിങ്ങൾക്ക് ആത്മാവിന്റെ തലത്തിൽ, അതിവിശുദ്ധ സ്ഥലത്തില് ഗോഡാൻമിയായിട്ട്, ഞാൻ എൻ്റെ ദൈവമായിട്ട്, ഞാൻ എൻ്റെ കർത്താവുമായിട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല. എപ്പോഴും ആ ജഡം കർത്താവേ ആ ഉയരത്തിൽ നിന്നുള്ള വാളിന്റെ ഇരയായിട്ട് തീർന്നുകൊണ്ടേയിരിക്കട്ടെ കർത്താവേ. ആ ജഡം തിരശ്ചീനമായിട്ട് ആയിരിക്കുമ്പോൾ ലംബമായിട്ട്, പെർപെൻഡിക്കുലറായിട്ട്, വെർട്ടിക്കലായിട്ട് കർത്താവേ ദൈവവചനത്തിന്റെ വാള് വന്ന് വീഴുന്നുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെ ഒരു ക്രൂസ് ഉണ്ടല്ലോ. ആ ക്രൂസിൽ ഞങ്ങളുടെ അസ്വയ ജീവൻ വെച്ചുകൊണ്ടേയിരിക്കട്ടെ. ആ ക്രൂസ് എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവില് അതിവിശുദ്ധ സ്ഥലത്ത് നിങ്ങളുടെ മുന്നോടിയായിട്ട് ഓടിപ്പോയ ആ പ്രാണപ്രിയന്റെ ആ ശോരപ്പുറണ്ട കാൽപ്പാടുകളെ പിൻപറ്റുവാൻ കർത്താവേ ആ പാദങ്ങളിൽ നിമിത്തം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തില് ചെറുതും വലുതുമായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളിലും എന്റെ ഇഷ്ടം വേണ്ട പിതാവേ, അവിടുത്തെ ഇഷ്ടം മാത്രമെന്ന് പറഞ്ഞ് പിതാവേ, കർത്താവേ, പിതാവേ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ മാറിപ്പോകട്ടെ, എങ്കിലും എന്റെ വേഗത്തെ രക്തമായി തീർന്നാലും എന്റെ ഇഷ്ടം പോലെയല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം പോലെ എന്ന് നിലവിളിച്ച് കരഞ്ഞ ഗത്സമനയിലെ രക്തം ചൊരിയാൻ ആരംഭിച്ച യേശുവിന്റെ കാൽപ്പാടുകള് മൊത്തം ചെയ്യുവാൻ, ആ കാൽപ്പാടുകളിൽ 13 നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവേ, അറിയത്തില്ല ഞങ്ങൾ എത്ര ജഡികരാണ്, ഞങ്ങൾ എത്ര നിഗളികളാണ്, ഞങ്ങൾ എത്ര സ്വാർത്ഥരാണ്. ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതും നെരുങ്ങിയതുമാണ്. ചുരുക്കം പേരെ അത് കണ്ടെത്തത്തുള്ളല്ലോ. അവിടുന്ന് അതിന്റെ ജീവന്റെ മാർഗത്തെ ഞങ്ങൾക്ക് അറിയിച്ചു തന്നില്ലെങ്കിൽ ആ ജീവമാർഗത്തിലൂടെ നടന്ന് അവിടുത്തെ സന്നിധിയിലുള്ള, അവിടുത്തെ മുഖത്തുള്ള ആനന്ദത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ സാധിക്കും? ആ വലതു ഭാഗത്ത് അവിടുത്തെ കാന്തയായിട്ട് എങ്ങനെ ചേർന്നിരിക്കാൻ സാധിക്കും? ജീവമാർഗങ്ങളെ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമേ. ആ ക്രൂസിന്റെ മാർഗത്തെ ഞങ്ങൾക്ക് കർത്താവേ വ്യക്തമായിട്ട് കാണുവാൻ ഞങ്ങളുടെ പ്രായോഗികമായ മേഖലയിൽ കർത്താവേ വലിയ വലിയ കാര്യങ്ങൾ കേട്ടുപോയി ഞങ്ങൾ സ്വയം വഞ്ചിച്ചു പോവാതെ കർത്താവേ ഞങ്ങളുടെ ഭാര്യ-ഭർത്തൃ ബന്ധത്തിന് കർത്താവിന് വിധേയപ്പെടാൻ, ഭാര്യയെ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ, മക്കളെ പത്യോപദേശത്തിൽ വളർത്തുവാൻ, അവർ നടക്കേണ്ടുന്ന വഴി നടക്കുവാൻ, അവർക്ക് തോന്നിയ വഴി നടക്കാനല്ല കർത്താവേ, അവർ നടക്കേണ്ടുന്ന അതേ വഴി തന്നെ അവർ നടത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അത് കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടം പോലെയല്ല, മക്കളെ പ്രസാദിപ്പിക്കല്ല. ഞങ്ങൾ ആരും മക്കളെയോ കൊച്ചുമക്കളെ ആരെയും പ്രസാദിപ്പിക്കാതെ കർത്താവേ അങ്ങനെ തന്നെ പ്രസാദിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ സഹായിക്കണേ കർത്താവേ. ഭാര്യയ്ക്ക് നടക്കേണ്ടുന്ന വഴിയെ അവിടെ നടത്തുവാൻ കർത്താവേ അവിടുന്ന് തന്നെ ഞങ്ങളൊക്കെ ശക്തി തരണം. അപ്പനമ്മമാരെ ബഹുമാനിപ്പാൻ, അപ്പനന്മാർക്ക് കർത്താവേ കുഞ്ഞുങ്ങൾ അപ്പനന്മാർക്ക് കീഴടങ്ങിയിരിക്കാൻ കർത്താവേ മുതിർന്നവരെ ഞങ്ങൾ അപ്പനന്മാരെ ബഹുമാനിക്കുവാനും കരുതുവാനും കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരെ കർത്താവെ ഞങ്ങളെ കെയറായിട്ട് ട്രീറ്റ് ചെയ്യുവാനും കർത്താവെ യജമാനന്മാർക്ക് ഐ സർവീസ് ആയിട്ടല്ല
കർത്താവെ അവരെ കാണുമ്പോൾ ഉള്ള ഒരു ഇതായിട്ടല്ല, മറിച്ച് കർത്താവെ അങ്ങേക്ക് വേണം എല്ലാം ചെയ്യുവാനും ഒക്കെ ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ ഓഫീസിൽ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ, ഞങ്ങളുടെ യാത്രയിൽ എല്ലായിടത്തും കർത്താവെ കർത്താവെ പോലീസിനെ പേടിച്ചല്ല, ട്രാഫിക് പോലീസിനെ പേടിച്ചല്ല, മറിച്ച് അങ്ങയുടെ മുമ്പാകെ കർത്താവെ ഇൻകം ടാക്സ് ഓഫീസർമാരെ പേടിച്ചല്ല, മറിച്ച് അവിടുത്തെ മുമ്പാകെ എല്ലാത്തിനും കർത്താവെ അവിടുത്തെ ഇഷ്ടം പോലെ, അവിടുത്തെ വചനം പോലെ ആയിത്തീരാനൊക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, ഞങ്ങളെ തന്നെ കർത്താവെ സൂക്ഷിച്ചുകൊള്ളുവാനും ഞങ്ങള് ബിവെയർ ഓഫ് അവർസെൽസ്, ഞങ്ങളുടെ ജഡത്തിലുള്ള നായ്ക്കളും വിച്ഛേദനക്കാരും ആകാത്ത വേലക്കാരും ഒക്കെ ഞങ്ങളുടെ ജഡത്തിൽ തന്നെ അതിന് ഭാവങ്ങളുണ്ടല്ലോ. അതൊക്കെ ഞങ്ങളുടെ ജഡത്തിൽ നിന്ന് ഉയരുന്നത് കണ്ട് കർത്താവെ അതിനെ ക്രൂസിലേക്ക് എത്തിച്ചു കൊടുക്കുക. കർത്താവ് ജഡത്തിൽ ആശ്രമിക്കാതെ കർത്താവെ ആത്മാവിനാൽ നിറഞ്ഞ ആത്മാവിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ അങ്ങേ അതിനെ പ്രകാരം യാഥാർത്ഥ്യത്തോടെ അങ്ങേ ആരാധിക്കുവാനും കർത്താവ് അങ്ങേ തന്നെ സന്തോഷിക്കുവാൻ നിങ്ങളുടെ ബലത്തിലോ വിവേകത്തിലോ സ്ഥാനത്തിലോ ഒന്നുമല്ല, മറ്റു മനുഷ്യൻ വിചാരിക്കുന്നുള്ള മനുഷ്യർക്കടിമയായി പോകാതെ അങ്ങനെ തന്നെ സന്തോഷിക്കുവാൻ, അങ്ങനെ തന്നെ ഞങ്ങളുടെ സന്തോഷമായി തീരുവാൻ, ആ തേജസ് പൂർണ്ണതയും വാഗ്ദത്തമായ നിക്ഷേപവും എല്ലാം അവിടെ നിന്നാണല്ലോ അങ്ങനെ തന്നെ സന്തോഷിക്കാൻ. ഒരു കുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി സന്തോഷിക്കുന്നത് പോലെ ആ കുഞ്ഞുങ്ങൾ ആദ്യം സോഷ്യൽ സ്മൈൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അമ്മയെ നോക്കി ചിരിക്കുന്നത് പോലെ അങ്ങനെ നോക്കി തന്നെ പുഞ്ചിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ. ബാക്കി മനുഷ്യരെ പുഞ്ചിരിക്കുന്നുണ്ടോ, അവര് കരഘോഷം മുഴക്കുന്നുണ്ടോ, അവരെ നിന്ദിക്കുന്നുണ്ടോ എന്നല്ല, എൻ്റെ കർത്താവിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖമാണോ, അതോ കർത്താവിനെ വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണോ ജീവിതത്തിൽ പല കാര്യങ്ങളും ഒരു മാനസാന്തരപ്പെടുവാൻ, അങ്ങനെ തന്നെ സന്തോഷിക്കുവാൻ, കർത്താവെ ആ സന്തോഷപരിപാടി അങ്ങനെ തന്നെ കണ്ടെത്തുവാനും, പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലും അല്ല, ലോകക്കാരെ കൂടി ക്രിസ്ത്യ ലോകക്കാരെ കൂടിയല്ല, മറിച്ച് അങ്ങനെ തന്നെ ക്രിസ്തുവിൽ തന്നെ ആ സന്തോഷം കണ്ടെത്തുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമെന്ന് അവിടുത്തെ ആ വചനത്തിന് നിങ്ങൾ സമ്പൂർണ്ണമായിട്ടും ആ വ്യക്തമായിട്ടുള്ള പുതിയ പാരമ്പര്യങ്ങളെല്ലാം ഫ്ലഷ് ചെയ്ത് കളഞ്ഞ് കർത്താവെ അങ്ങേ ബന്ധിക്കുവാനും കർത്താവെ അവിടുത്തെ വചനത്തെ പുനരുദ്ധോടനുസരിച്ച് നിങ്ങൾ വൃത്തിയും സഹായിക്കണം. അതിനായിട്ട് ബലപ്പെടുത്തിയായിട്ട് അനുഗ്രഹിച്ചായിട്ട് സ്തുതിക്കുന്നതല്ല യേശുകർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ